നാം കഴിഞ്ഞ സമയങ്ങളിൽ പേപ്പറിൽ കണ്ടൊരു ന്യൂസ് ഓർമ്മയുണ്ടല്ലോ. ചൈനയിൽ നിന്ന് കുറേ ആനകൾ പലായനം ചെയ്ത് എങ്ങോട്ടോ എന്ന് ലക്ഷ്യമില്ലാത്തൊരു യാത്രയെപ്പറ്റി വളരെ പ്രാധാന്യമേറിയൊരു ന്യൂസ് പേപ്പറുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആനകളിങ്ങനെ, ചിലർ പറയുന്നത് പ്രകൃതിക്ഷോഭം വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടെന്നാണ്. പിന്നീട് അവിടെ ഒരു ഡാം പൊട്ടുകയൊക്കെ ചെയ്തല്ലോ. എങ്ങോട്ട് എന്നുള്ളതായ ഒരു ശീർഷകത്തിൽ അതിനെപ്പറ്റി പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യമാണ്, ഇതെങ്ങോട്ടാണ്? ഈ ലോകം എങ്ങോട്ട്? ഇതിൻ്റെ അന്തം എന്താകും? എവിടെയാണ് ഇതിന്ന് അവസാനിക്കുന്നത്? പലർക്കും ഒരു ലക്ഷ്യമില്ലാതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ലക്ഷ്യമില്ലാത്ത ഒരു ലോകാവസാനമാണോ മനുഷ്യൻ്റെ മുൻപിൽ? അല്ല. വളരെ വ്യക്തമായിട്ട് ഇതെന്തായിത്തീരും, എങ്ങനെ അവസാനിക്കുമെന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥമല്ലിത്, അല്ലെങ്കിൽ വേദവചനം മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ പേര് തന്നെയാ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം BIBLE എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് ബേസിക് ഇൻഫർമേഷൻ ബിഫോർ. എന്താ? ഒരു മനുഷ്യ ജീവിതത്തിന് അറിഞ്ഞിരിക്കേണ്ടതായ ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് ദി എർത്ത്. നാം ഭൂമിയിൽ ജീവിക്കുന്നതിന് മുൻപായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യങ്ങൾ, അതാണ് ബൈബിൾ എന്ന് പറയുന്നത്. BIBLE, ബൈബിൾ. അതിൻ്റെ ഓരോന്നിൻ്റെയും വിവരണം നമ്മൾ നോക്കിയാൽ ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് ദി എർത്ത്, അതാണ് ബൈബിൾ. അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ ചേർത്താണ്. അപ്പം ഇതൊരു വലിയ പുസ്തക സമാഹാരമാണ്. ഏകദേശം 6000 വർഷത്തിലധികമുള്ള മനുഷ്യ ചരിത്രമാണ്. ദാറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഈ ഹിസ്റ്റോറിക്കൽ ബുക്ക് പരിശോധിച്ചാൽ ഇന്നുള്ള ഗവൺമെൻറ്റുകൾ, കോണ്ടിനെൻറ്റുകൾ, സാമ്രാജ്യങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. അമേരിക്കൻ, ബ്രിട്ടാനിക്ക, ബ്രിട്ടീഷ് മ്യൂസിയത്തിലിരിക്കുന്നതായ പുസ്തകങ്ങളൊക്കെയും തന്നെ ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ലോക സാമ്രാജ്യങ്ങളിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആ കാലം നടന്നതും, കഴിഞ്ഞ ദിവസം ഒരു MA ലിറ്ററേച്ചറിൽ പഠിച്ചതും ഒരു സഹോദരൻ വന്ന് രക്ഷയുടെ അനുഭവം പ്രാപിക്കാനിടയായി. അതൊരു സത്യാന്വേഷിയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ലിറ്ററേച്ചറിൽ കുറേ ഹിസ്റ്റോറിക്കൽ എവിഡൻസൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ജൂലിയസ് സീസറിനെ കുറിച്ച്, റോമൻ എംപയറായിരുന്ന ജൂലിയസ് സീസർ, അഗസ്തോ സീസർ, ഈ ചരിത്രം പഠിപ്പിച്ചാൽ അതിനകത്തുകൊണ്ട് ആ കാലയളവിൽ യേശു ജനിച്ചെന്ന് നോക്കണം. യേശു ക്രിസ്തു ഒരു മിത്തല്ല. യേശു ക്രിസ്തുവിൻ്റെ മാർഗവും ഒരു കപടമതമല്ല, അതൊരു സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇനി ബൈബിളിലെ നമ്മൾ നോക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ റീകൺസിലേഷൻ, റെസ്റ്റിറ്റ്യൂഷൻ, ഇതിനെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കുകയുണ്ടായി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് നിരന്നുകൊള്ളുക. അപ്പോൾ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ റീകൺസിലേഷൻ, റെസ്റ്റിറ്റ്യൂഷൻ, അതിനുവേണ്ടിയാണ് ജീസസ് ലോകത്തിൽ വന്ന് അവതരിച്ചും മരിച്ചതൊക്കെ കാണുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് ചേർന്നായി നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 3:21. അവിടെ സ്വർഗം യേശുവിനെ കൈക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. യേശു സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും യേശു ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഈ സഹസ്രാബ്ദ വാഴ്ചയെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഈ മതങ്ങളെല്ലാം കുറേ കാര്യങ്ങളൊക്കെ പുരാണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാറ്റിലും ചില അന്തസത്തകളുണ്ട്, ചില സത്യങ്ങൾ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പും ഇവിടെ മനുഷ്യനുണ്ടല്ലോ. മോശ ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടല്ലോ. ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ മനുഷ്യനില്ലേ? നമുക്ക് വളരെ കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ ആദാമിൻ്റെ ചരിത്രം മുതലാണ്.
അതിനപ്പുറത്തേക്ക് മനുഷ്യനുണ്ടെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് മുൻപ് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ജീസസിനെ കുറിച്ച് പറയുമ്പോഴും യോഹന്നാൻ പറയുന്നു അവനെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതാൻ പോയാൽ ആ പുസ്തകങ്ങളെ ലോകത്തിൽ കൊള്ളത്തില്ല. എങ്കിലും ബേസിക് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളതിനെ ക്രോഡീകരിച്ച് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ. അപ്പം ഇതുപോലെ പഴയ നിയമത്തിലും ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ആദാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കൂടി അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. അതിനുമുമ്പ് ലോകമുണ്ടായിരുന്നു. ആ ലോകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആദിയിൽ വചനം വായിച്ച് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ആദിയിൽ എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. അതിനെയൊക്കെ ഈ മനുഷ്യന്റെ ബുദ്ധിയുണ്ടോ? സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആരെയും മനുഷ്യരല്ലേ, ഒരു പരിധിക്കുള്ളൊന്നും അവർക്കാർക്കും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ദൈവമേ നീ അനാദിയായും ശാശ്വതമായും എന്നാണ് പറയുന്നത്. അപ്പൊ ആദിയിലും അനാദിയും തമ്മിൽ എത്ര കാലഘട്ടമുണ്ടെന്ന് ആർക്കും വ്യാഖ്യാനിക്കാൻ ഒക്കുമോ? അപ്പം അനാദിയായും ശാശ്വതമായും. അപ്പം ദൈവം നിലനിൽക്കുന്നൊരു സത്യം, അതാണ് ആരംഭവും അവസാനവും. ഇതെല്ലാം മനുഷ്യൻ തലയ്ക്കകത്തിട്ട് പഠിക്കാൻ ഒക്കുമോ? അപ്പം മനുഷ്യന് ആവശ്യമായുള്ള കറക്റ്റായ സത്യങ്ങളാണ് വേദപുസ്തകം. അതൊരു പുരാണങ്ങളോ ഇതിഹാസങ്ങളോ കൊണ്ട് അവസാനിക്കുകയല്ല, ചരിത്ര സത്യങ്ങളാണ്. ഈ ബൈബിളിൽ പറയുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ന് മധ്യപൂർവ്വ ദേശങ്ങളുണ്ട്. അവിടെ പോയി പരിശോധിച്ചാൽ ഈ സ്ഥലങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. യേശുക്രിസ്തു ജനിച്ച കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾ, അബ്രഹാമിൻ്റെ കാലം മെസോപ്പൊത്താമിയ, ഇന്ത്യൻ സംസ്കാരത്തിൽ മെസോപ്പൊത്താമിയ സംസ്കാരം വളരെ പ്രാധാന്യമല്ലേ? ആ കാലയളവിലാണല്ലോ ആര്യ വംശം ഇന്ത്യയിൽ വന്ന് ഈ പൗരോഹിത്യ വൈദിക മതം ഉണ്ടാക്കിയത്. അതെവിടുന്നാണ് വന്നേ? അപ്പം അതെല്ലാം നോക്കുമ്പോൾ ഈ മതങ്ങളുടെ ഇടയിലൊക്കെ തന്നെ ഒരു ബന്ധങ്ങളുണ്ടായി. ചില സത്യങ്ങൾക്കുള്ള ബന്ധം കറക്റ്റാണ്. പിന്നെ മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ കുറേ പ്രമാണങ്ങളും ചരിത്രങ്ങളും അവരവരെ നീതീകരിക്കാൻ അവിടേക്കാണ് തെറ്റുപറ്റിയത്. ഇപ്പം എല്ലാ മതങ്ങളുടെയും അന്തസത്തായിട്ട് ചില കാര്യങ്ങളുണ്ട്, മാറ്റർ ഓഫ് ഫാക്ട്. അതാർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. അത് ഹൈന്ദവമതത്തിലായാലും ഖുറാനിലായാലും. എന്നാൽ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ചരിത്രമായിട്ട് കൃത്യമായിട്ട് തെളിവ് സഹിതം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇനി കഴിഞ്ഞ കാലങ്ങളെല്ലാം നമുക്കറിയാം. ഇനി സംഭവിക്കാൻ പോകുന്നത്, അതായത് ഇതെങ്ങോട്ടെ, ഇതെവിടെ പോയി അവസാനിക്കും, അതിന് നമ്മൾ 3 കാഴ്ചപ്പാട് നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ ആ വാക്യം വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 3:21 വായിച്ചു. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും. നോക്കണം, ദൈവം ലോകാരംഭം മുതൽ. ലോകത്തിന്റെ ആരംഭം എവിടെ? അത് ഉൽപ്പത്തി പുസ്തകം നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും. പക്ഷെ പിന്നീട് പറയുമ്പോൾ ഭൂമി പാഴും. അതെന്താ അവിടെ ഒരു ഗ്യാപ്പ് വരാൻ കാരണം? അത് എത്ര കോടിയോ ലക്ഷമോ നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വകുപ്പിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെയെന്നാണ്. അപ്പം 1000 സംവത്സരം ഒരു ദിവസമാണെങ്കിൽ 1,00,000 സംവത്സരം എത്ര വരും? 200 അല്ലേ? 200 ദിവസമാണ്. അപ്പോൾ ആ കാൽക്കുലേഷൻ നമ്മൾ നോക്കണ്ട, നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചെങ്കിൽ അടുത്ത് വായിക്കുമ്പോൾ ഭൂമി പാഴും. അതെങ്ങനെയാണ്? ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴ് ശൂന്യമല്ലായിരുന്നു. പക്ഷെ അതൊക്കെ ചരിത്രമാണ്. ദൂതന്മാരുടെ വീഴ്ചയ്ക്ക് ശേഷം ദൂതന്മാർ ഈ ഭൂമിയെ കൈവശമാക്കി വർഷത്തരമാക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമി വെള്ളം കൊണ്ട് നിറച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നിരുന്നതാണ്. കോഴിമുട്ടയിൽ കോഴി പൊരുന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, എന്ത് ചെയ്തു? മൂവിങ് അപ്പോൺ ദി ഫേസ് ഓഫ് ദി എർത്ത് എന്നാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ഉപരിതലത്തിൽ ഈ വീണുപോയ അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവർ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നതാണ്. വീണുപോയ ദൂതന്മാരെ മറ്റൊരു ഗ്രഹങ്ങളിലേക്ക് അവരെ പായിച്ചു കളഞ്ഞു. അത് അന്യഗ്രഹജീവി എന്നൊക്കെ പറയത്തില്ലേ? അത് സ്പിരിറ്റിൻ്റെ വർക്കുണ്ട്. അതും പലതിൽ കൂടെ പ്രവർത്തിക്കാം. അതൊന്നും നമ്മുടെ ഇന്നത്തെ വിഷയമല്ലല്ലോ. അപ്പം ഈ പറഞ്ഞ പാഴും ശൂന്യമായ ഭൂമിയെ വീണ്ടും നവീകരിക്കാൻ വേണ്ടി, ആ നവീകരണ പ്രസ്ഥാനമാണ് ഇവിടെ കാണുന്ന സൃഷ്ടി എന്ന് പറയുന്നത്. ആദ്യത്തെ അല്ല. അങ്ങനെയാണ് വെളിച്ചമുണ്ടാകട്ടെ ഒന്നൊന്നൊന്നായി നമുക്ക് കാണുന്നത്. അത് കൂടുതൽ നമ്മൾ അറിയേണ്ട ആവശ്യം നമുക്കില്ല. അറിഞ്ഞാലൊന്നും തലയ്ക്കാൻ നിൽക്കത്തില്ല. നമുക്ക് ആകെത്രയല്ലേ ഉള്ളൂ.
അപ്പോൾ കൃത്യമായിട്ട് ബൈബിൾ ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ അവിടെ മുതൽ വായിക്കുമ്പോൾ 6000 സംവത്സരത്തെ ചരിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് ഈ കാലയളവ് വരെ കാണുന്നത്. 6000 ശേഷമായി, 6000 കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി എവിടെ പോയി നിൽക്കും, എന്താകും, ഇതാണല്ലോ ഇപ്പോൾ അറിയേണ്ടത്. അതിനാണ് ഈ വാക്യത്തെ ബേസ് ചെയ്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നുകൂടെ വായിച്ച് തമിഴ് പഠിക്കുക വാക്യം. உலக தோற்றம் முதல் தேவன் தம்முடைய பரிசுத்த தீர்க்கதரிசிகள் எல்லாருடைய வாக்கினாலும் உரைத்தவைகள் எல்லாம் நிறைவேறி தீரும் காலம் வரையும் வருமளவும் பரலோகம் അവരെ ഏറ്റുകൊള്ളും. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടതാണ്. എത്ര മനോഹരമായ ഒരു വാക്യം. മലയാളത്തിൽ നിന്ന് വായിച്ച്. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പൊ ഇതിന്ന് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അല്പം ബ്ലാങ്കിലുണ്ട്. അത് സത്യം വെളിപ്പെടുന്നവർക്ക് അറിഞ്ഞറിഞ്ഞ് പോകുമ്പോഴാണ് ആ സത്യം നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാറ്റിലും ഉണ്ടത്. അത് യേശു ചിലരോട് ഉപമ പറഞ്ഞു, അതിക്കുള്ള അറിയത്തില്ലല്ലോ. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, മാർക്കും വാങ്ങിച്ചതല്ലേ. കുറച്ചുകൂടെ ഹൈ ലെവൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നു. പിന്നെ എന്തിനാ? അന്നത്തെ കാലയളവിൽ അത്രയും പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. നോക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ ചില ആലങ്കാരിക ഭാഷകൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് തെറ്റല്ല. അതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട്. അതാണ് പരിജ്ഞാന പൂർത്തിയിലേക്ക് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വർഗം അവനെ കൈക്കൊള്ളതാകും. ഇതിനു വേണ്ടി ഇതെല്ലാം യഥാസ്ഥാനപ്പെടണം. നോക്കണം, സകലവും യഥാസ്ഥാനപ്പെടും വരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. അങ്ങനെയെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒന്ന്, ലോകത്തിൻ്റെ യഥാസ്ഥാപനം. ഈ ലോകം, ഈ അനീതിയും ഭക്ഷണത്തിനും ഇതെല്ലാം മാറി പണ്ട് കേരളയിൽ വിശ്വസിച്ച പോലെ ഒരു മാവേലി തമ്പുരാൻ്റെ കാലം എന്ന് പറയത്തില്ല, മഹാബലി തമ്പുരാൻ എന്ന് പറയുന്നത് മഹാബലിയായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ സത്യമാണ്. അത് നമ്മുടെ ഭാഷയിൽ, ഈ ഇന്ത്യൻ സംസ്കാരത്തിൽ അത് മറ്റൊരു ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നുള്ളേ ഉള്ളൂ. ഏതെങ്കിലും കുറേ നീതിമാന്മാർ രാജാവിൻ്റെ കാലം വരുമ്പോൾ അതിങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുന്നു, അത്രയേ ഉള്ളൂ. മഹാബലിയായി തീർന്നത് യേശുക്രിസ്തു. അപ്പം മഹാബലിയുടെ കാലം വരുന്നുണ്ട്. കൽക്കി അവതാരം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട്. കൽക്കിയുടെ കാലം സംഹരിച്ചതിന് ശേഷം ദുഷ്ടരെ, അതായത് എതിർ ക്രിസ്തുവിനെ സംഹരിച്ചിട്ട് വീണ്ടും 1000 വർഷം അവിടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ അതിനുശേഷം മനോഹരമായ രാജ്യമുണ്ടെന്നാണ്. അതുപോലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഇമാം മഹദി ലോകത്തിൽ വന്ന് യുദ്ധം നടത്തുമെന്നാണ്. പക്ഷെ അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് അവർക്കില്ല. വെള്ളക്കുതിര 2ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ശോഭനമായ രാജ്യം ഭൂമിയിലുണ്ടെന്നാണ്. അതിൽ ചിലർ വ്യാഖ്യാനിക്കുന്ന യേശുക്രിസ്തു ഒന്ന് കല്യാണം കഴിക്കുന്ന പറഞ്ഞതാണ്. അപ്പം ബുദ്ധി ആത്മീയത്തിൽ പ്രകാശിക്കാത്തവരെന്ത് പറയും? ലിറ്ററലി യേശു കല്യാണം, ലിറ്ററലി അല്ല, കുഞ്ഞാടിൻ്റെ. അതാണ് ഈ ആത്മാവിൽ വ്യാഖ്യാനിക്കുന്നവർക്ക് പറ്റുന്ന തെറ്റാണ്. യേശുക്രിസ്തു കല്യാണം കഴിച്ച് ഭൂമിയിൽ മണവാട്ടിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്കും മണവാട്ടിമാരെയൊക്കെ ഒരുപാട് തരും. അത് ആ കാണൽ വ്യൂവിലാണ് പറയുന്നത്. അതുപോട്ടെ. അപ്പം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ മതങ്ങളിലെല്ലാം ഇങ്ങനെ ചില സൂചനകളുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യമാണ് പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം എന്ന് പറയുന്നത്. ക്രിസ്തീയ പ്രവാചകന്മാർ മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് പല പ്രവാചകന്മാർ ലോകത്തിലുണ്ടായിരുന്നു, മഹർഷിമാരുണ്ടായിരുന്നു. അവരിലൊക്കെ ദൈവ വെളിപ്പാടും ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു, സിദ്ധന്മാരുണ്ടായിരുന്നു, ചിലരിലൊക്കെ നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അവരൊക്കെ അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ നോക്കണം, കിഴക്ക് നിന്ന് വന്ന ശാസ്ത്രിമാർ ജ്ഞാനികൾ നക്ഷത്രത്തെ കണ്ട് അവൻ്റെ നക്ഷത്രം കണ്ടെന്നാണ്. ഇതിലൊക്കെ ഒരു സത്യമുണ്ട്. യേശുവിൻ്റെ നക്ഷത്രം, യേശു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം കണ്ടിട്ട് ബെത്ലഹേമിൽ രാജാവ് ജനിച്ചിരിക്കുന്നു പറഞ്ഞ് അവർ യേശുവിനെ പിൻപറ്റിയില്ലേ? അപ്പോൾ അവർ ക്രിസ്ത്യാനികളല്ലല്ലോ. അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യനുണ്ട്. ആ കാലയളവിലും ദൈവം മനുഷ്യനോട് ഇടപെടുന്നുണ്ട്. അത് ക്രിസ്ത്യാനികളായിട്ടല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മതത്തിൽ കൊണ്ടുപോയി ഒതുക്കാതെ മനുഷ്യനും ദൈവവും, അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അത് പെന്തിക്കോസോ അവർ കിട്ടുന്നതൊക്കെ പ്രാപിച്ചു, പക്ഷേ അങ്ങനെ ഒതുക്കിക്കളയരുത്. പെന്തിക്കോസ് മതത്തിലോ ക്രിസ്തീയ മതത്തിലോ ഇസ്ലാം മതത്തിലോ ഹിന്ദു മതത്തിലോ ഒതുക്കാതെ മനുഷ്യൻ ദൈവത്തിൽ വളർന്ന് പോകണം. പക്ഷേ ഈ മതനേതാക്കന്മാർ പലരും ജനങ്ങളെ അവരുടെ കസ്റ്റഡിയിൽ ഒതുക്കി അവരുടെ അപ്രമാദം നടത്താൻ വേണ്ടിയും അല്ലെങ്കിൽ അറിവില്ലായ്മയും, അപ്രമാദം മാത്രമല്ല ചിലരുടെ അറിവില്ലായ്മയാണ് ഈ ലോകത്തിലെ നാശമല്ല. അതെല്ലാം മാറ്റം വരും. അതെല്ലാം മാറ്റം വരാൻ പോവുകയാണ്. ഇത് മാറ്റം വരുന്നത് വരെയും
സ്വർഗം അവനെ കൈക്കൊള്ളണം. അതിനുശേഷമേ ഈ ഭൂമിയിലേക്ക് മഹാരാജാവ് എഴുന്നള്ളാൻ പോവുകയാണ് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ സ്വർഗം അവനെ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം യഥാസ്ഥാപനപ്പെടണം. ഒന്ന്, ഈ ലോകം യഥാസ്ഥാനപ്പെടണം. രണ്ട്, യഹൂദന്മാർ എന്നൊരു സത്യമല്ലേ, എത്രയോ കാലങ്ങളായിട്ട് ഇന്നും നിലനിൽക്കുന്നില്ലേ? അവരുടെ ചരിത്രങ്ങളെല്ലാം വേദപുസ്തകത്തിലില്ലേ? ഇപ്പോൾ ലോകത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിലില്ലേ? മൂന്നാമതായിട്ട് സഭ, നമ്മുടെ സഭ, ദൈവത്തിൻ്റെ സഭയുടെ യഥാസ്ഥാപനം. അതിന് ഒന്ന് രണ്ട് വാക്യം നമുക്ക് വായിച്ചിട്ട് അതിനെപ്പറ്റി തുടങ്ങാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അല്ലെങ്കിൽ വി വിഷ് ഈവൻ യുവർ പെർഫെക്ഷൻ. വായിക്കാം. 1 കൊരിന്ത്യർ 13-ന്റെ 9. 1 കൊരിന്ത്യർ 13-ന്റെ 9 വായിക്കാം. അറിയില്ലയോ? അവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ സഭയുടെ യഥാസ്ഥാപനം അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. അതായത് അവർ പൂർണ്ണപ്പെടണം, പെർഫെക്ഷൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സഭയുടെ ഒരു പൂർണ്ണത, അതാണ് കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവിൽ സഭ പൂർണ്ണപ്പെട്ട് എടുത്തുള്ളപ്പെടും. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. 2, ലോകം, ഈ ലോകത്തിൻ്റെ യഥാസ്ഥാപനം. ഇപ്പം പല കോണ്ടിനെൻ്റായിട്ട്, പല ഭൂഖണ്ഡങ്ങളായിട്ട് തിരിഞ്ഞു പോയിരിക്കില്ലേ? പണ്ട് ഒന്നായി കിടന്നതാണ്. ഈ സമുദ്രമല്ല ഒരു ഭാഗത്ത്, കരയല്ല ഒരു ഭാഗത്തായിരുന്നു. എന്നാൽ നോഹയുടെ ജലപ്രളയത്തിന് ശേഷവും പിന്നീടുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം വന്നപ്പോഴാണ് ഈ 5 ഭൂഖണ്ഡങ്ങൾ അകന്നു പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ മാപ്പി നോക്കിയാൽ ചേർത്ത് വെച്ചാൽ ഒന്നായിട്ടിരിക്കും. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ, മെതുശലിൻ്റെ കാലത്തോളം ഭൂമി പിരിഞ്ഞു പോയെന്നൊരു വാക്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടത്. അപ്പോൾ അതിനുശേഷം ഭൂമിയുടെ ഒരു യഥാസ്ഥാപനമുണ്ട്. അത് ലിറ്ററലി കരപ്രദേശം ഒന്നിക്കുക എന്നുള്ളതല്ല, മനുഷ്യൻ്റെ ഏകീകരണം. എന്താ കാരണം? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ജനമൊന്ന്, അവരുടെ ഭാഷയും ഒന്ന്. പക്ഷേ വ്യവസ്ഥ തെറ്റി ജീവിച്ചപ്പോൾ ദൈവം അവരുടെ ഭാഷയെ കലക്കി കളഞ്ഞു. അങ്ങനെയാണ് പല ഭാഷകൾ ലോകത്തിൽ. അതിനു മുമ്പ് ഒരു ഭാഷയായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഭാഷ എന്നൊരു വലിയ വിഷയമാണ്, ഇല്ലേ? തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴ് ഭാഷ, വടക്കേന്ത്യയിൽ ചെന്നാൽ അവിടെ പ്രശ്നം, ഹിന്ദിക്ക് പ്രശ്നം, അങ്ങനെ പലയിടത്തും ഭാഷാ പ്രശ്നങ്ങളുണ്ട്, ജാതി പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പിരിഞ്ഞു പോയ ജനങ്ങൾ പിരിഞ്ഞ് അങ്ങനെ ലോകത്തിൽ കാണുകയാണ് വ്യത്യസ്തമായ ജാതികൾ. നോഹയുടെ കാലത്തിന് ശേഷം 3 സന്തതികൾ, ശേം, ഹാം, യാഫേത്ത്, ഇങ്ങനെ 3 സന്തതികൾ പിരിഞ്ഞു പോയതിൻ്റെ വംശങ്ങളാണ്. ഒരു കൂട്ടർ ആഫ്രിക്കൻ വംശക്കാരായി പോയി, മറ്റൊന്ന് മംഗോളിയൻ, ചൈന, അങ്ങനെ ഇവർ പോകുന്നു. അതിനുശേഷം യൂറോപ്പിലെ യാഫേത്ത് ഗ്രൂപ്പെല്ലാം യൂറോപ്യൻ വംശങ്ങളായിട്ട് മാറുന്നു. യാഫേത്തിൻ്റെ ഗ്രൂപ്പിലാണ് ഈ മംഗോളിയൻസ്, ഈ മൂക്ക് പതിഞ്ഞതും ചൈനീസും ഒക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നാണ് യഹൂദൻ, സേമിൻ്റെ സന്തതികൾ. അപ്പോൾ ഇതെല്ലാം ചരിത്രപരമായിട്ട് കറക്റ്റായിട്ട് പോകുമ്പോൾ ഇനി ആ ലോകത്തിനൊരു യഥാസ്ഥാപനം, മനുഷ്യരെല്ലാം ഒരേ ഭാഷയും ഒരേ ഇനത്തിലും വരാൻ പോകുന്ന കാലം വരാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് യഹൂദനെ കുറിച്ച് പഠിക്കാം. യഹൂദൻ്റെ യഥാസ്ഥാപനത്തിന് ശേഷം സഭയുടെ യഥാസ്ഥാപനം, ലോകത്തിൻ്റെ യഥാസ്ഥാപനം. ഇത് 3മാണ് നമുക്ക്. സങ്കീർത്തനക്കാരൻ വായിക്കുമ്പോൾ ഞങ്ങളുടെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നില്ലയോ? ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആമോസിൻ്റെ പുസ്തകം 9:12, വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തിക്കുമെന്നാണ്. അപ്പം വീണുപോയ ഇസ്രായേൽ ഗോത്രം വീണ്ടും അവസാന കാലങ്ങളിൽ അത് യഥാസ്ഥാപനപ്പെടേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിന് 12-ാം വാക്യം വായിച്ച്. റോമാലേഖനം 11-12 വാക്യം. എന്നാൽ അവരുടെ ലംഘന ലോകത്തിന് ധനവും. இப்படி இருக்க விழுந்து போகும்படிக்காய் இடறினார்கள் என்று கேட்கிறேன்.
அப்படி அல்லவே அவர்களுக்குள்ளே வைராக்கியத்தை எழுப்பத்தக்கதாக அவர்களுடைய தவறுதலினாலே യഥാസ്ഥാപനം നിർവാക്കില്ലേ. എന്നാൽ അവരുടെ ലംഘന ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്കും സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്ര അധികം. അപ്പൊ യഹൂദന്റെ യഥാസ്ഥാപനമാണ് പ്രാധാന്യം. അങ്ങനെയെങ്കിൽ നമുക്ക് യഹൂദന്റെ ചരിത്രം നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം മെസോപ്പൊത്തോമിയ എന്ന ഇറാഖ്, അവിടെ നിന്നാണ് ഈ സംസ്കാരം ഇന്ത്യയിൽ വരാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ സംസ്കാരത്തിൽ മെസോപ്പൊത്തോമിയൻ സംസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ മെസോപ്പൊത്തോമിയയിൽ നിന്നാണ് ഈ സംസ്കാരം ആരംഭത്തിൽ ഉണ്ടാകുന്നത്. അവിടെ എന്താ പറയുന്നത്? അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ വിളിക്കപ്പെട്ടതിന് ശേഷം ഏകരായി അബ്രഹാമിനെ വിളിച്ച് എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വാ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ട് ദൈവത്തെ പിൻപറ്റി അവനൊരു വലിയ ജാതിയായി തീർന്നു. പിന്നീട് അബ്രഹാമിൻ്റെ സന്തതികൾ ഈജിപ്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. ജോസഫ് അവിടെ ഭരണാധികാരിയായി. അപ്പം ഇത് ഈജിപ്തിൻ്റെ സംസ്കാരത്തെയും പുസ്തകത്തെയും നമ്മൾ പഠിക്കുമ്പോൾ ഈ ജോസഫ് അവിടെ ഫറവോൻ്റെ കൂടെ രാജാവായി വാണ ചരിത്രമുണ്ട്. അന്ന് യഹൂദന്മാരവിടെ പരദേശികളായിട്ട് വസിച്ച ചരിത്രം ലോക ചരിത്ര പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ അവർ പെരുകിക്കഴിഞ്ഞപ്പോൾ ഇവർ നാളെ അപകടമായി തീരും, ഇവർ പെരുകിക്കഴിഞ്ഞാൽ അപകടമായി തീരും. അതുകൊണ്ട് ഇവരെ അടിമകളാക്കി അവരെ ജോലി ചെയ്യിപ്പിച്ച് അങ്ങനെ തീർക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ അടിമത്തരത്തിലിരുന്ന ഇസ്രായേൽ ജനങ്ങൾ, അവർക്ക് അറിവിൽ വളരാനുള്ള സമയങ്ങളൊന്നുമില്ല, വെറും കഠിനാധ്വാനം ചെയ്ത് നല്ല ഹെൽത്തുള്ള മനുഷ്യരായി തീർന്നു, ആരോഗ്യമുള്ളവന്മാരായി തീർന്നെങ്കിലും സംസ്കാരമോ അറിവോ ജ്ഞാനമോ അവർക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥാനത്താണ് ദൈവം മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. വായിക്കാം 3:38, പുറപ്പാട് 3:38 ഇല്ലേ? 3-ാം വാക്യം 3:3. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കണം, മോശയ്ക്ക് ഒരു ദർശനം കാണിച്ചു കൊടുത്തു. മോശ ആരാ? മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ചവനാണ്. ഇവൻ മീദിയാനി ദേശത്ത് 40 വർഷം പൗരോഹിത്യ സംബന്ധമായിട്ടും മിസ്രൈമിൽ വെച്ച് ഈജിപ്തിൽ വെച്ച് രാജരീകമെല്ലാം പഠിച്ചവനാണ്. എന്നാൽ ഇതിനേക്കാൾ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മിസ്രൈമിലെ സകല ജ്ഞാനവും പിന്നെ മീദിയാനിയിലെ പൗരോഹിത്യം എല്ലാം പഠിച്ചെങ്കിലും അത് കവിഞ്ഞൊരു കാഴ്ച താൻ കാണുകയാണ്. ഒരു ഉന്നതമേറിയ ദർശനം. എന്താ? മുൾപ്പടർപ്പിൽ തീ കത്തുന്നു. ഭയങ്കരമായ തീ കത്തിയിട്ടും മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. അതാണല്ലോ ആദ്യം വേണ്ടത്. ഇതെന്തോ ഒരു കാഴ്ച! മോശയുടെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ മനസ്സിലാകാത്ത ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊന്ന് നോക്കാം. ഇതാണ് മനുഷ്യൻ ദൈവം തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യബുദ്ധിയിൽ ആർക്കെങ്കിലും സമ്മതിക്കാൻ നോക്കുമോ? ഇത്രയും വലിയ തീക്കകത്ത് മുൾച്ചെടി കരിക്കില്ലെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമോ? അതാണ് മോശയെ അത്ഭുതപ്പെടുത്തിയത്. അതിനല്ലേ പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ സൂര്യനെ കവിയുന്നൊരു വെളിച്ചത്തെ താൻ കണ്ടെന്നാണ്. ഉച്ചയ്ക്ക് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന സൂര്യനെയാണ്. 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9-ൽ വായിക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്നൊരു പ്രകാശം പൗലോസ് കണ്ടു. അതാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അപ്പോൾ മോശയ്ക്ക് അസാധാരണമായൊരു കാഴ്ച കണ്ടപ്പോൾ അവിടെ വെച്ച് മോശ ദൈവം വിളിച്ചു. മോശ എന്ന് വിളിച്ചു. മോശ ദൈവത്തിന് സറണ്ടറായി ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ അടിമകളായിരുന്ന ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരണം. അത് ലോക ചരിത്രത്തിലൊരു അത്ഭുതമാണ്. 20 ലക്ഷം ജനത്തെ ഒരു കരുതലുമില്ലാത്ത മരുഭൂമിയിൽ കൂടി ഇവരെ സുഭിക്ഷമായി നടത്തിക്കൊണ്ടുവന്ന ഒരു ചരിത്ര സംഭവം ലോകം ഇന്നുവരെയും മോശന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. മോശയല്ല, ദൈവമാണ്. എങ്കിലും അവരുടെ കാഴ്ചപ്പാടിൽ മോശ എന്നൊരു അത്ഭുത മനുഷ്യൻ 20 ലക്ഷം ജനത്തെ 40 വർഷം മരുഭൂമിയിൽ പോഷിപ്പിച്ചു കൊണ്ടുവന്ന ചരിത്രം ലോക റെക്കോർഡാണ്. സകല ഭരണാധികാരികളും മോശയുടെ മുമ്പിൽ നമിക്കുകയാണ്. മോശയോട് ചോദിച്ച മോശ പറഞ്ഞു, ഞാനല്ല, എൻ്റെ പിന്നിലുള്ള ദൈവം.
അങ്ങനെ ഇസ്രായേലിനെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ന്യായപ്രമാണ കാലഘട്ടം മോശയുടെ കാലം മുതൽ ആരംഭിക്കുന്നത്. 40 വർഷത്തെ മരുഭൂമി യാത്ര കഴിഞ്ഞ് അവർ ചെങ്കടൽ, ഇതൊക്കെ ചരിത്രത്തിൽ ഇപ്പോഴും ഉള്ളതല്ലേ, ചെങ്കടൽ കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഗവേഷകർ വലിയ ലെൻസൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച്, ഫോട്ടോസൊക്കെ ഉപയോഗിച്ച് റോബോട്ടിനെ കൂടി കണ്ടുപിടിച്ചപ്പോൾ ഫറവോൻ്റെ രഥങ്ങളുടെ ചക്രങ്ങളും വണ്ടിയുടെ ഇരുമ്പ് സാധനങ്ങളും ചില സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചായിട്ട് നമ്മൾ ഇതിൽ കണ്ടു. അപ്പോൾ ആ ചെങ്കടൽ കടന്ന് അവർ കനാൻ ദേശത്ത് വന്ന് അവരൊരു ജാതിയാക്കി മാറ്റി. ദൈവം എഴുതി കൊടുത്തതാണ്. ലോകത്തിലൊരു ആധാരം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാർക്കേ ഉള്ളൂ? യഹൂദന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികളോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ലോകത്തിലൊന്നുമില്ല, നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ക്രിസ്ത്യാനികളോട് ദൈവം പറഞ്ഞത് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. വിശ്വാസികളോട്, ക്രിസ്ത്യാനികളല്ല വിശ്വാസികളോട്. എന്നാൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എന്താ? യൂഫ്രട്ടീസ് നദി മുതൽ ഇന്ന സ്ഥലം വരെ, ഇന്ന സ്ഥലം മുതൽ ഇന്ന വരെ നിങ്ങൾക്ക് ഞാൻ അവകാശമായി തന്നിരിക്കുന്നു. അവിടെ ഒരുത്തരും കയറി തൊടാൻ ദൈവം സമ്മതിക്കുന്നുമില്ല, ഇപ്പോഴും സമ്മതിക്കുന്നില്ല. കാരണം ദൈവം തന്നെ ആധാരം എഴുതി കൊടുത്ത സ്ഥലമാണ്, ബൈബിളുണ്ട്. അതുകൊണ്ടാണ് മറ്റ് പുറമേയുള്ള അല്ലെങ്കിൽ ചുറ്റുപാട് കിടക്കുന്ന രാജ്യങ്ങൾ ഈ നിസാരന്മാരെന്ന് കരുതുന്ന ഇസ്രായേലിനെ ആക്രമിച്ചിട്ടും ഇതുവരെയും അവരെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ തെറ്റുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്ക് ഏർപ്പെടുത്തി, ശത്രുക്കൾ എഴുന്നേൽപ്പിക്കും. അങ്ങനെ മാത്രമാണ് യഹൂദനെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചത്. അങ്ങനെ ഇവർ പറയുന്ന ഈ കനാൻ ദേശത്ത് വന്ന ന്യായാധിപന്മാരുടെ കാലം, അങ്ങനെ പോയ കാലമുണ്ട്. ന്യായാധിപന്മാർ ഒഗ്നിയേൽ മുതൽ ശമൂൽ വരെയുള്ളതായ ഏകദേശം 400 വർഷത്തെ ചരിത്രം, 390 ചരിത്രത്തിൽ ന്യായാധിപന്മാർ അവരെ വാണിരുന്നു. അതിലാദ്യത്തെ ഒഗ്നിയേൽ, അവസാനത്തെ യോശുവ മുതൽ പിന്നീട് ശമൂൽ വരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് രാജാക്കന്മാർ. അപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആദാം മുതൽ, ശ്രദ്ധിച്ചോണം, BC 4000. കഥാവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് അന്ന് മുതൽ AD എന്നും BC എന്നും കാണുന്നുണ്ട്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. അവിടെ മുതലാണ് ലോക ചരിത്രം തന്നെ എഴുതപ്പെടുന്നത്. ബിഫോർ ക്രൈസ്റ്റ്, AD, അന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷകൻ്റെ കാലം. രക്ഷകൻ്റെ കാലമാണ് AD എന്നും മറ്റത് BC എന്നും. അതുതന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ തിരിക്കപ്പെടുമ്പോൾ BC 4000. ആ 4000 ചരിത്രം ബൈബിൾ കൃത്യമായിട്ടുണ്ടല്ലോ. എല്ലാ തലമുറയും പോയിൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. ആദാം മുതൽ നോഹ വരെ ഏകദേശം 1000 വർഷമാണ്, 10 തലമുറ. അത് ബൈബിളുണ്ട്. നോഹയ്ക്ക് ശേഷം 10ാം തലമുറക്കാരനാണ് അബ്രഹാം. അബ്രഹാമിന് ശേഷം പിന്നീട് 1000 വർഷം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ആദാം മുതൽ നോഹ വരെ 1000, നോഹ മുതൽ അബ്രഹാം വരെ 1000, 2000 വർഷം. BC 1921 അബ്രഹാമിനെ മെസോപ്പൊത്താമിയ എന്ന് വിളിച്ചു കൊണ്ടിരുന്നത്. ഏകദേശം തൻ്റെ ദൗത്യം ഇസ്ഹാക്കൊക്കെ ജനിച്ചു വരുന്ന കാലയളവ് 2000 BC 2000. അതിനുശേഷം അവരെ കനാൻ ദേശത്ത് കൊണ്ടുവരുമ്പോൾ ദാവീദിൻ്റെ ഭരണകാലത്തിൽ BC 1000. 1000 വരും. BC 1000. ശലോമോൻ ആലയമൊക്കെ പണിത് രാജാക്കന്മാരുടെ കാലമെല്ലാം കഴിഞ്ഞ് അതും ഒരു 400 വർഷക്കാലം അവർ ആ രാജാക്കന്മാരെല്ലാം ഭരിച്ചതിന് ശേഷം BC 600 അവരെ പ്രവാസത്തിലേക്ക് പോയെന്നാണ്. വീണ്ടും ജനങ്ങൾ വർഷോത്തരമായി ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു. അവരെ പ്രവാസത്തിലേക്ക് വിട്ടത് ഇവിടെ ഇറാഖിൽ, ബാബിലോണിൽ രാജാവായ നെബൂഖദ്നേസർ, ഇന്നത്തെ ഇറാഖിലെ അന്നത്തെ ഭരണാധികാരിയായ നെബൂഖദ്നേസർ. നമുക്കറിയാം, സദാം ഹുസൈൻ അധികാരിയായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇറാനോടൊക്കെ യുദ്ധം ചെയ്ത സമയത്ത് താൻ പ്രഖ്യാപിച്ചു, ഐ ആം ദി മോഡേൺ നെബൂഖദ്നേസർ, ഞാൻ ആധുനിക നെബൂഖദ്നേസറാണെന്ന് പുള്ളി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ നെബൂഖദ്നേസറിൻ്റെ കാലത്തിൽ ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ വിട്ടു. പ്രവാസത്തിൽ വിടാനുള്ള കാരണം, ഒന്ന് ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു. പിന്നെ ആലോചന പറഞ്ഞവരെ അവർ പരിഹസിച്ചു. അവർ ബോധിച്ച പോലെ നടക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ നാമത്തെ വഷളാക്കി. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവരെ ഈ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. 70 വർഷത്തിന് ശേഷം, 70 വർഷം കഴിഞ്ഞ് വീണ്ടും ദാനിയേൽ 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും നമ്മൾ കാണുമ്പോൾ ഈ 70 സംവത്സരത്തിന് ശേഷം
രണ്ട് ദിനവൃത്താന്തം, 1 ദിനവൃത്താന്തമല്ല 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ ഇരമ്യാ പ്രവാചകൻ മൂലം അരുളി ചെയ്ത ദൈവം അതിന് നിവൃത്തിക്കായിട്ട് അവരുടെ പ്രവാസകാലം കഴിഞ്ഞ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇരമ്യാ 25-ാം അധ്യായത്തിലും 29-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവാസത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ച് മധ്യസ്ഥം ചെയ്ത് സെരുബ്ബാബേലിനെയും യോശുവായെയും പിന്നെ ഹഗായി, സക്കറിയ എന്ന് പറയുന്ന ആളുകളെല്ലാം എഴുന്നേൽപ്പിച്ച് അവരെ വീണ്ടും കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നതായിട്ട് കാണുന്നു. അങ്ങനെ BC 600 കാലങ്ങൾക്ക് ശേഷം AD 70 വരെയും യേശു ക്രിസ്തുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതെ ഇടിക്കപ്പെടുന്ന കാലം വരും. വീണ്ടും യഹൂദനെ പ്രവാസത്തിലേക്ക് വിടുകയാണ്. എന്തിനാ കാരണം? അതാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 11-15 വായിച്ച്, റോമർ 11-15, 11-25 അവിടെ വായിക്കുമ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പ് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണവും, ഇപ്പോൾ 2 കാര്യം അവിടെ പറയുന്നുണ്ട്. അവരെ അംഗീകരിച്ചത് 1945 ശരിക്കും അംഗീകരിക്കപ്പെട്ടത്. 1-ാം ലോകയുദ്ധത്തിന് ശേഷം, പിന്നീട് ബാൽഫൂർ ഡിക്ലറേഷൻ, അതിനുശേഷം 2-ാം ലോകയുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് യഹൂദൻ വരുന്നതിന് മുൻപ് ഇതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാർ പല പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നു, അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. വായിച്ചു റോമർ 11-15. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിൽ, അതിൻ്റെ അർത്ഥം എന്താ? ജാതികളുടെ കാലം. ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ കാലം, രക്ഷിക്കപ്പെട്ട് ദൈവസഭ ഉണ്ടാകണം. ആ കാലയളവിൽ യഹൂദന്മാരുടെ ചാപ്റ്റർ തൽക്കാലം അടച്ചിരിക്കുകയായിരുന്നു. അതാണ് അവരുടെ ഭ്രംശം ലോകത്തിന്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായിരുന്നു എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തരം. ഇപ്പോൾ അവർ അംഗീകരിക്കപ്പെട്ടു. 1940 ശേഷം യഹൂദൻ അംഗീകരിക്കപ്പെട്ടു, അവർ രാജ്യം സ്ഥാപിച്ചു. ഇതെല്ലാം മുൻ നിർണയങ്ങളാണ്. അതിൻ്റെ 25-ാം വാക്യം വായിച്ചു, 11-25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നു, ജാതികളുടെ പൂർണ്ണസംഖ്യ, യെരുശലേമിൻ്റെ പൂർണ്ണസംഖ്യയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യെരുശലേമിനെ പണിയുന്ന സമയം, സിയോനെ പണിയുന്ന മഹത്വത്തിൽ പ്രത്യക്ഷമാകുന്ന പോലെ അവൻ യെരുശലേമിനെ പണിയുന്നു, അവസാന സങ്കീർത്തനത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, വായിക്കാം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം. നോക്കട്ടെ, ആ വചന നിവർത്തീകരണമാണ് 1900 അല്ലെങ്കിൽ AD 70 മുതൽ തീത്തോസ് ചക്രവർത്തിയുടെ കാലത്തിൽ ആലയം തകർത്ത് പൊടിച്ചു കളഞ്ഞു, കല്ലിളക്കി കളഞ്ഞു. അതിനുശേഷം അവർ പലായനം ചെയ്തു. അങ്ങനെയാണല്ലോ കൊച്ചിയിലും മാളയിലും പല രാജ്യങ്ങളിലും നോർത്ത് ഈസ്റ്റിലുമൊക്കെ യഹൂദൻ ചെതറിപ്പോയി. അങ്ങനെ ചെതറിയതായ യഹൂദനെ വീണ്ടും അവസാന കാലഘട്ടത്തിൽ അവരെ ഒന്നിക്കുമെന്നുണ്ട്. എന്താ കാരണം? അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പ് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം. ആ അംഗീകരണം എന്ന് പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ, അതാണ് സഭയുടെ യഥാസ്ഥാപനം. അപ്പോൾ ആ അംഗീകരണം നടക്കേണ്ട കാലയളവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഒരിക്കൽ അത്തിയെ നോക്കി ശപിച്ചില്ലേ? അത്തിയെ ശപിച്ചിട്ടെന്ന് പറഞ്ഞു, ഇത് തളർക്കുന്ന കാലം വരും. അപ്പോൾ അത് യഹൂദനെ കുറിച്ചൊരു പ്രവചനം കൂടിയായിരുന്നു യേശു ചെയ്തത്. സ്വന്തത്തിലേക്ക് യേശു വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് പൗലോസും പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യ സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു, പക്ഷെ നിങ്ങൾ കൈക്കൊള്ളാത്തത് ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വിജാതിയരായ മനുഷ്യർക്ക് ഈ രക്ഷ, അതായത് യേശുക്രിസ്തുവിൽ കൂടെ മുഴു ലോകത്തിന് രക്ഷ കൊണ്ടുവരാൻ വേണ്ടി യഹൂദന് കാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യിരെമ്യാ പ്രവചനം 31-23-24, 30-3. യിരെമ്യാ 31-23-24, 30-3 വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്ത് അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ വാക്ക് പറയും. 30-3 വായിക്കാം. 31-23-24 വായിച്ച്, മടങ്ങി വന്ന് ഇസ്രായേൽ ദേശത്തിൽ അവർ കൃഷിയും ആട്ടിൻകൂട്ടങ്ങളെയും പെരുക്കിയെടുക്കുന്നതാണ്.
31-ന്റെ 23, 24. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ യഹൂദാദേശത്തും നീതി നിവാസമായ വിശുദ്ധ പർവ്വതമേ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് നോക്കണം അവസാന കാലത്തിൽ ഈ സയൻസ് ശാസ്ത്രമൊക്കെ മാറാൻ പോവുകയാണ്. കൃഷിയും കന്നുകാലി വളർത്തലും അതാണ് ഇനി സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരാൻ പോകുന്നത്. ഇന്നത്തെ ടെക്നോളജി എല്ലാം മാറും, ഇതെല്ലാം താഴെ വീഴും. മനുഷ്യനുണ്ടാക്കി മേലോട്ട് വിട്ട സകല സാറ്റലൈറ്റും എല്ലാം താഴെ വന്ന് മനുഷ്യനും ചുരുക്കമായി തീരുന്നൊരു കാലം വരാൻ പോവുകയാണ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അന്ന് ആട്ടിൻകൂട്ടവും കൃഷി, ഇന്നിപ്പോൾ ഇസ്രായേൽ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ മരുഭൂമി പോലും മലർവാടിയാക്കി തീർത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടിരുന്നതാണ്. എസെക്കിയേൽ 36-ന്റെ 24 വായിക്കാം. എസെക്കിയേൽ 36-ന്റെ 24, 33-ന്റെ 11. എസെക്കിയേൽ 36, 24 വായിക്കാം. 33-ന്റെ 11. എസെക്കിയേൽ 37-ന്റെ 21. അവരെ ഏകജാതിയാക്കി മാറ്റും. ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളനുസരിച്ച് നാം വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഞാൻ ഇസ്രായേലിനെ മടക്കി വരുത്തും. ആരെങ്കിലും വായിക്കാം. പിന്നെ നീ അവരോട് പറയേണ്ടുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാലുപുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. നോക്കണം, സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ഏക ജാതിയാക്കി തീർക്കും. 37-21. എസെക്കിയേൽ 37-21 വായിക്കുമ്പോൾ ഞാൻ അവരെ ഏകജാതി. നേരത്തെ എങ്ങനെയായിരുന്നു? ഇസ്രായേലിൽ നിന്നും 10 ഗോത്രങ്ങൾ സമരിയ ബേസ് ചെയ്തും 2 ഗോത്രം യെരൂശലേമിനെ ബേസ് ചെയ്ത് യഹൂദയും. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിലെ പ്രവാസം കഴിഞ്ഞിപ്പോൾ മടങ്ങി വരുമ്പോൾ അവർക്ക് വ്യത്യാസമില്ല. അവരെല്ലാം യഹൂദന്മാരായിട്ട് മടങ്ങി വന്നിരിക്കുക. അങ്ങനെ ഇസ്രായേലിൽ 1947, 45-47 കാലയളവിൽ അവർ രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ അവരെ ആക്രമിക്കാൻ പോയി. നോക്കണം, മതിലില്ലാത്ത രാജ്യം, ഒന്നും കയ്യിലില്ല. പക്ഷേ 1967 നടന്ന യുദ്ധത്തിൽ 6 days വാറിൽ അവർ യെരൂശലേമിൻ്റെ ഭാഗവും ഗാസ കുന്നും പിന്നെ ഗോലാൻ താഴ്വരയും ഇതെല്ലാം പിടിച്ചെടുക്കാനിടയായി. ദൈവത്തിൻ്റെ വചനം നിവർത്തിച്ചിന്നും ഇസ്രായേൽ ശക്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ പോകുന്ന ഈ കാലയളവിൽ ഇസ്രായേലിനൊരു കുഴപ്പമുണ്ടായി. അവർ വീണ്ടും പലരും ദൈവത്തെ മറന്നുകൊണ്ടിരിക്കുകയാണ്. മറന്നിട്ട് ഈ ആധുനിക ലോകത്തിലെ ആഡംബരങ്ങളും സുഖജീവിതത്തിലേക്കും ഇസ്രായേൽ ജനങ്ങൾ അനേകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആരാ ശത്രു? വരാൻ പോകുന്ന എതിർ ക്രിസ്തു അവരിന്മേൽ കർത്തൃത്വം ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യിരെമ്യാ 30-ന്റെ അല്ലെങ്കിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ന്റെ 8 വായിച്ച് 8-9. വെളിപ്പാട് പുസ്തകം 11-ന്റെ 8-9. അവിടെ ഇവർ ഈ വർഷത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന കാലയളവിൽ എതിർ ക്രിസ്തു അവരെ ഭരിക്കാൻ തുടങ്ങി. ആരംഭത്തിൽ എതിർ ക്രിസ്തു അവർക്ക് അനുകൂലമായ ആലയം പണിയാനൊക്കെ ഉള്ളതായൊരു അംഗീകാരം കൊടുക്കുമ്പോൾ ഇവർ വിചാരിക്കും ഇതാണ് മശിഹ. അങ്ങനെ മശിഹ എന്ന് പറഞ്ഞ് അവനെ ഏറ്റുകൊണ്ട് കഴിയുമ്പോൾ അവൻ ആലയത്തിൽ കൊണ്ടുപോയി ദാനിയേൽ പ്രവാചകൻ പറയുന്ന പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൽ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവായ യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 15-16 ഒന്ന് വായിച്ച്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 15-16 അവിടെ വായിക്കുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ ആലയത്തിൽ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചുകൊള്ളട്ടെ, അന്ന് അവർ മലകളിലേക്ക് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഈ കാലമാണ് ഇസ്രായേലിൻ്റെ വലിയൊരു പരിതാപകരമേറിയ കാലം. യിരെമ്യാ പറയുന്ന പോലെ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് ആ കാലയളവാണ്. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്ന ഒരു കാലയളവ്, അതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം. വായിച്ചേ 11-ാം അധ്യായം വെളിപ്പാട് ദിവസം 11-ന്റെ 8-9 വായിക്കാം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്ന മിസ്രൈം എന്ന പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആരാ ഇവര്? 2 സാക്ഷികൾ. എന്നോട് ഇതിൽ കൂടെ ചിലർ ചോദിച്ചു, 2 സാക്ഷികൾ ആരാണ്?
രണ്ട് സാക്ഷികളെക്കുറിച്ച് ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മോശയും ഏലിയാവെന്നാണ്. കാരണം തീ ഇറക്കിയതുകൊണ്ടും പിന്നെ ചെയ്ത അത്ഭുതങ്ങളെ ബേസ് ചെയ്താണ് മോശയായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരിക്കൽ മരണവും പിൻപ് ന്യായവിധി സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നതിനാൽ മോശ മരിച്ചു അടക്കം ചെയ്തു. പക്ഷേ വേദപുസ്തകത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ടുപേരുടെ പേരാണ് നമ്മൾ കാണുന്നത്. ആനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ ഏലിയാവും ഹാനോക്കും ആകാനാണ് സാധ്യത. അത് നമ്മളെ സംബന്ധിച്ച വിഷയം അല്ലെങ്കിലും ഞാൻ പഠിച്ചതിൽ നിന്ന് അത് മോശമായിരിക്കാൻ സാധ്യതയില്ല, ആനോക്കും ഏലിയാവുമാണ്. അവിടെ സക്കറിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താ? കൃപയുടെയും യാചനയുടെയും ആത്മാവ് ഞാൻ അവരുടെ മേൽ പകരും. ഈ എതിർ ക്രിസ്തുവിൻ്റെ കൊടും ഭരണകാലത്തിൽ ഉപദ്രവം സഹിക്കാതാകുന്ന സമയത്തിൽ ഈ എതിർ ക്രിസ്തു അല്ല. മത്തായിയുടെ സുവിശേഷം വായിച്ച് 24:15-16. മത്തായിയുടെ സുവിശേഷം 24:15. ദാനിയേൽ പ്രവാചകൻ മാത്രം അരുളിച്ചതുപോലെ വായിക്കുന്നു ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അതായത് എതിർ ക്രിസ്തു, ഇനി വരാൻ പോകുന്ന ലോക നേതാവ്. ഇന്നിപ്പോൾ നിങ്ങൾ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മോദിജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുത്തരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനാണോ കോവിഡിനെ കൊണ്ടുവന്നത്? ആണോ? മോദിജിയാണോ? അല്ല. അത് ലോകത്തിൽ മനുഷ്യൻ്റെ അക്രമങ്ങൾ പൂർണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവ്യവസ്ഥകളെല്ലാം ലംഘിച്ചിട്ട് മനുഷ്യൻ തന്നിഷ്ടത്തിലും സ്വന്തം ഇഷ്ടത്തിലും പിശാച് വരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭരണമെല്ലാം മാറ്റപ്പെടും. ഒരു ഏകലോ ഗവൺമെൻറ് ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നൊരു മൃഗം, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ. 11-ാം വാക്യത്തിൽ 13-15 വായിക്കുന്ന റിലീജിയൻ ലീഡർ. അങ്ങനെ പൊളിറ്റിക്സും റിലീജിയനും ഒന്നായിട്ട് വരാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഒരു മതവിവാദത്തോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ രാഷ്ട്രീയക്കാരാണോ മതക്കാരാണോ? അത് ആദ്യം പറ. അതാ, നിങ്ങൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ കൂടെ പോകും. അപ്പോൾ പിണറായി വിജയനോട് ചോദിക്കുന്നു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഇതൊന്നും ആരുടെയും കുറ്റമല്ല. ഇനി മതവും രാഷ്ട്രീയവും ഒന്നിക്കാൻ പോവുകയാണ്. അതിനാണ് രണ്ട് നേതാക്കന്മാർ വരുന്നത്. വെളിപ്പാട് ദിവസം 13-11 മത നേതാവും വെളിപ്പാട് ദിവസം 13-1 രാഷ്ട്രീയ നേതാവും കൂടെ വന്ന് ഏകീകരണത്തിലേക്ക് കൊണ്ടുവരും. മതങ്ങളെല്ലാം ഒന്നാകും, രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നാകും. ഒന്നും മതിയല്ലോ, എന്തിനാ ഒരുപാട്? ആ ഒരു ചിന്തയിലേക്ക്, ആ കോൺസെപ്റ്റിലേക്ക് ഇന്നത്തെ പുതിയ തലമുറയും വന്നിരിക്കുകയാണ്. അങ്ങനെ മതവും രാഷ്ട്രീയവും ഒന്നായതിനു ശേഷം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. ആരെയാ? ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ, ലോകം കണ്ടിട്ടുള്ളതിൽ അമാനുഷികമായ ബുദ്ധിയുള്ള ഒരു ലീഡർ മുന്നോട്ട് വരും. എന്തിനാ? ഇന്നത്തെ എക്കണോമിക്കൽ ക്രൈസിസും പ്രതിസന്ധികളും മതങ്ങളെല്ലാം മാറി മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പോവുക. കേൾക്കുമ്പോൾ നല്ല രസമാണ്. കാരണം പരിണാമ സിദ്ധാന്തത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ രൂപാന്തരപ്പെട്ട് ആ സ്പോട്ടിൽ നിന്ന് സ്ഫോടനമുണ്ടായി, ആ സ്ഫോടനത്തിൽ നിന്ന് ഒരു സ്പോട്ടിൽ നിന്നുണ്ടായി അമീബയായി, അങ്ങനെ ഉറങ്ങായി, ഇങ്ങനെ മനുഷ്യനായി. അടുത്തെന്താ? കുറേ നാളായല്ലോ മനുഷ്യൻ, കുറേ നാളായിട്ട് മനുഷ്യൻ തന്നെയല്ലേ. ഇനി അടുത്തെന്താ? ഇപ്പോൾ അവർ ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞോളാം, നിങ്ങൾ ദേവന്മാർ. അടുത്തത് മനുഷ്യൻ ദേവന്മാരാകാൻ പോകുമെന്ന് അവർ പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കൊരു വിഷയമുള്ളത് ദേവനാണ്, ദേവന്മാർ. അപ്പം യേശുവിനെ പറഞ്ഞില്ലേ, നിങ്ങൾ ദേവന്മാർ എന്ന് വിളിച്ചിട്ടില്ലേ? അപ്പം ഇതാണ് മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന അടുത്ത ദൂത്, നിങ്ങളിനി ദേവന്മാരാണ്. അതുകൊണ്ടാണ് ഇന്ന് പരിണാമ സിദ്ധാന്തവും യുക്തിവാദ ചിന്തകളെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മതങ്ങൾ ശക്തിപ്പെടുകയില്ലേ? എല്ലാ സ്ഥലത്തും മതങ്ങൾ ശക്തിപ്പെടുകയാണ്, വിശ്വാസം. അപ്പം ഈ വിശ്വാസം തെറ്റായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് ആ മത നേതാവ് രാഷ്ട്രീയ നേതാവും ചേർന്ന് ഒന്നാകും. അങ്ങനെ മനുഷ്യനിനി എക്സ്ട്രാ ഓർഡിനറി ആയിത്തീരാൻ പോവാണ്. മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്കുള്ള മനുഷ്യനാരായിത്തീരും, ഗോഡ്ലി മാൻ, ദൈവ മനുഷ്യൻ അല്ലെങ്കിൽ ദേവൻ. ഇതിലേക്കാണ് ഇനി അവർ അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് ഒക്കുമോ? ബലഹീനനും ക്ഷീണിതനും അറിവില്ലാത്തവനും അസ്ഥിരന്മാരെ കൊണ്ട് ദേവന്മാരാകും. അതിനാണ് ഇന്ന് ഈ കോവിഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ജയിച്ച് ചുരുക്കം പേര് അവശേഷിക്കും. അവരെയാണ് ദേവന്മാരായിട്ട് ഇവർ പ്രഖ്യാപിക്കാൻ പോകുന്നതാണ് ഇവിടെ കണക്കൂട്ടില്ല. 2011 ഇവിടുന്ന് ഈ ഇംഗ്ലീഷുകാരുടെ ഒരു പ്രവിശ്യ ഒരു സ്ഥലമുണ്ട്, അയർലൻഡിലെ അന്നത്തെ കാലത്തൊരു പത്രത്തിൽ എഴുതിയ ഈ 2011 ഈ നടക്കാൻ പോകുന്നതെല്ലാം ലോക വ്യവസ്ഥകളെല്ലാം ഒരു ചരടിൻ കീഴിൽ കൊണ്ടിരുന്ന ഏകലോക ഭരണം, ഒരു ഏകീകരണ ഭരണത്തെക്കുറിച്ചും പിന്നെ വൺ കറൻസിയെക്കുറിച്ചും വൺ സിംഗിൾ ബാങ്കിനെ കുറിച്ചെല്ലാം
വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചതാണ്, 2004 ഞാനത് വായിക്കാനിടയായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകലോക ഗവൺമെൻറ് ഭൂമിയിൽ വരാൻ പോവുകയാണ്. അതിന് മതവും രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്, പക്ഷെ ഒറ്റ മതം, ഒരു രാഷ്ട്രം. ഇതിനുള്ളതായ സ്റ്റെപ്പാണ് ഇന്ന് ഈ കോവിഡ് കാലത്തിൻ്റെ ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. അത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തെറ്റില്ല. ബൈബിൾ പറഞ്ഞതാണ് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളും മതങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒന്നിച്ചാകും, ഒരു മതത്തിൽ കൊണ്ടുവരും. ഒരു മതം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അംഗീകരിക്കக்கூடிய ഒരു പുതിയ സിലബസുമായിട്ടൊരു മതം വരും, ഒരു രാജ്യം വരും. അപ്പം പിന്നെ അംഗീകരിച്ചാലെന്താ? അങ്ങനെ എല്ലാ മനുഷ്യരും ഇതിനെ അംഗീകരിച്ച് യഹൂദനോട് പറയും, നിങ്ങൾക്ക് ആലയം പണിതു. അപ്പോൾ അവർ പറയും മശിഹായാണ്. അങ്ങനെ അവൻ ആലയം പണിത് പകുതിയാകുമ്പോൾ ഇവൻ്റെ വിഗ്രഹത്തെ കൊണ്ട്, അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അവിടെ കൊണ്ട് വെച്ചിട്ട് പറയും നിങ്ങൾ എന്നെ ആരാധിച്ചോണം. അപ്പോഴാണ് യഹൂദൻ്റെ കണ്ണ് തുറക്കുന്നത്. സക്കറിയ പ്രവചനത്തിലുണ്ടല്ലോ, കുത്തിയമുകിലേക്ക് അവർ നോക്കും. അപ്പം അന്ന് കുത്തിയത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് കുത്തിയതും അതാണ് യഥാർത്ഥ മശിഹ എന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന 2 പ്രവാചകന്മാരാണ് ഈ 11-ാം അധ്യായത്തിൽ കാണുന്ന ഹാനോക്കും ഏലിയാവും. കാരണം ഹാനോക്ക് ഏലിയാവിൻ്റെ സ്പിരിറ്റിനെ കുറിച്ച് വായിക്കുമ്പോൾ, അവിടെ സക്കറിയ പ്രവചനത്തിൽ വായിക്കുമ്പോൾ, കൃപയുടെ യാചനയുടെയും ആത്മാവ് ഞാൻ അവർക്ക് നൽകും. ഇരമ്യാ പറയുന്നത്, ഞാൻ അവരെ കരഞ്ഞുകൊണ്ട് വരുന്നവരാക്കി തീർക്കും, അവരെ വീണ്ടും കരയുന്നവരാക്കി തീർക്കും. ഏകജാതിനു വേണ്ടി നിലവിളിക്കുന്നത് പോലെയുള്ള നിലവിളി ഓരോ ഗോത്രമായിട്ട് നിലവിളിക്കുമെന്നാണ്. അങ്ങനെ ഈ എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ യഹൂദൻ ആദ്യം സന്തോഷമാണെങ്കിലും പിന്നീട് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. അതിൻ്റെ കാരണവും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ സോദോമെന്നും മിസ്രൈമെന്നും പറയുന്ന, വായിച്ചേ, സോദോമെന്നും മിസ്രൈമെന്ന് പറയുന്ന 2 ആ നഗരത്തിൽ, അതായത് ഇസ്രായേലിലെ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് പേരിപ്പോൾ മാറി, വായിച്ചേ. സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. യെരുശലേമിന് എങ്ങനെയാ സോദോം എന്നുള്ള പേര് വരാൻ കാരണം? ഇപ്പോഴത്തെ യെരുശലേമിന് ഇനി വരാൻ പോകുന്ന പേര് കൊടുത്തിരിക്കുന്നത് സോദോമെന്നും മിസ്രൈമെന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? യെശയ്യാ പ്രവചനം 1:9, 3:9 ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനത്തിൻ്റെ 1:9 വായിക്കുമ്പോൾ, ദൈവം ഇസ്രായേൽ ജനത്തിനൊരു ശേഷിപ്പിനെ വെച്ചില്ലായിരുന്നെങ്കിൽ, അതായത് ഇന്ന് രാത്രികാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇസ്രായേലിൽ വളരെ സ്വാതന്ത്ര്യമാണ്, ആർക്കും എന്തും ചെയ്യാം, യാതൊരു വിധമായ നിയന്ത്രണമില്ലാത്ത ഒരു പോക്കാണ്. ഹോമോസെക്സ്വാലിറ്റിയും വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. രാത്രി എന്നില്ല, പകലെന്നില്ല, ബോധിച്ചതുപോലെ ജീവിക്കാം, ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. എന്തിനായിരിക്കാം? അതിക്രമം പൂർണ്ണപ്പെടണം. വായിച്ച് യെശയ്യാ 1:9. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായിട്ട് ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു. സോദോം പോലെ. ഇപ്പൊ സോദോം എന്നുള്ള പേര് വരാൻ കാരണം സോദോമിലെ പാപം എന്താ? ഗർവവും തീൻപുളപ്പും ഹോമോസെക്സ്വാലിറ്റി. 2ാമത് ആഡംബരം, പണം. മിസ്രൈമിലെ ആഡംബര ജീവിതം, ദൈവവ്യവസ്ഥ തെറ്റിയുള്ളതായ ആഡംബര ജീവിതവും ഗർവും തീൻപുളപ്പും, പിന്നെ വേറെന്തുവാ? ഹോമോസെക്സ്വാലിറ്റി. 3:9 വായിച്ചത്. 3:9 വായിച്ച്. യെശയ്യാ പ്രവചനം 3:9. എസെക്കിയേൽ 16-ാം അധ്യായത്തിലുണ്ട് സോദോമിൻ്റെ അതിക്രമമോ, അത് 2 മൈല്, ഗർവവും തീൻപുളപ്പും. നോക്കണം, പാപത്തെ മറയ്ക്കാമൽ. പണ്ടാണെങ്കിൽ പാപത്തെ മറയ്ക്കുമായിരുന്നു. മലയാളത്തിൽ വായിച്ച്, അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷിക്കുന്നു. നോക്കണം, അതിൻ്റെ അർത്ഥം ഒന്നും മറയ്ക്കുന്നില്ല. ഇസ്രായേൽ പാപം ചെയ്യാൻ മറയ്ക്കുന്നില്ല. ഇത് ലോകം കണ്ടില്ലേ, തെരുവിൽ പാപം ചെയ്യാം, ഏത് പാപം ചെയ്യാം, വ്യഭിചാര പാപം തെരുവിൽ ചെയ്യാം, ആരും ചോദിക്കാനില്ല. അടുത്തത് പരസ്യപ്പെടുത്തുന്നു. സോദോമിൽ കണ്ടില്ലേ, ലോത്തിന്റെ വീട്ടിൽ വന്ന് പരസ്യമായിട്ട് ആ പുരുഷന്മാരെ ഇറക്കി വിടും, ഞങ്ങൾ പാപം ചെയ്യട്ടെ, തെരുവിൽ പാപം ചെയ്യട്ടെ. ഇതുപോലെയുള്ളൊരു ശക്തി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സോദോം എന്നുള്ള പേര്. മിസ്രൈം, ആഡംബര ജീവിതം. നോക്കണം, ലക്ഷറി ലൈഫ്. പണമുണ്ടാക്കണം, എങ്ങനെയും പണം സമ്പാദിക്കണം, അതിനേത് അനീതിയുടെ മാർഗങ്ങളും ഇസ്രായേലും മറ്റ് ലോകരാജ്യങ്ങളെ പോലെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇസ്രായേൽ ദൈവം വിടത്തില്ല.
മറ്റ് രാജ്യങ്ങളുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി താമസിച്ചാണെങ്കിൽ ഇസ്രായേലിന്മേൽ പെട്ടെന്നായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ വീണ്ടും ക്യാപ്റ്റിവിറ്റിയിലേക്ക് വിടും, പ്രവാസത്തിലേക്ക്. അവരെ ആര് പ്രവാസത്തിൽ? ഈ എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ ഇസ്രായേലിന് വലിയ കഷ്ടങ്ങളുണ്ടാകും. അതാണ് ഇരമ്യാവിൽ വായിക്കുമ്പോൾ 30 വായിക്കും. 30 യാക്കോബിൻ്റെ കഷ്ടകാലം 7 വെട്ടും. ഇരമ്യാ പ്രവചനം 30 7 വെട്ടും വായിച്ച് അത് യാക്കോബിൻ്റെ കഷ്ടകാലമെന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ തലമുറയിൽ ഇസ്രായേൽ വരാൻ പോകുന്ന വലിയൊരു കഷ്ടകാലം വായിക്കാം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതിൽ നിന്ന് ഒരു കൂട്ടം രക്ഷിക്കപ്പെടും. ഇത് സക്കറിയ പ്രവചനം 13:8 12:9 ഒന്ന് വായിച്ചു. 13:8 12:9 സക്കറിയ പ്രവചനം. അവിടെ വായിക്കുമ്പോൾ ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും, അതിനുശേഷം അവിടെ നിന്നൊരു ഗ്രൂപ്പിനെ കർത്താവ് 1/3 ശുദ്ധീകരിക്കുന്ന തീയിൽ കൂടെ ശുദ്ധീകരിക്കുന്ന പോലെ ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിച്ചെടുക്കുമെന്നാണ്. വായിക്കാം. എന്നാൽ സർവദേശത്തിന് 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. അടുത്ത 1/4 രക്ഷിക്കപ്പെടും. പിന്നെ 1/4 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. തീയിൽ കൂടെയാണ് അവരെ അഗ്നിശോധനയിൽ കൂടെ കൊണ്ടുവരുന്നതാണ്. 12:9 വായിച്ചു. മതി. 12:9 മലയാളത്തിൽ വായിച്ച്. യഹൂദാദേശത്തിന് നേരെ വരുന്ന അതടുത്തത്. അപ്പൊ ആരാ ഈ സകല ജാതികളും? ഒന്ന്, എതിർ ക്രിസ്തു ഈ യഹൂദനെതിരായിത്തീരും രണ്ടാമത്തെ 3.5 വർഷത്തിൽ. ആദ്യത്തെ 3.5 വർഷം സഭയുടെ ഉപദ്രവകാലം, ശേഷിപ്പിന്റെ ഉപദ്രവ സമയത്തിൽ സഭ പൂർണ്ണപ്പെട്ട് കഴിയുമ്പോൾ സഭയുടെ ശേഷിപ്പിനെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ 3.5 വർഷക്കാലം, 7 വർഷമാണ് എതിർ ക്രിസ്തുവിന്റെ കാലം. ഞാനൊരു പ്രവൃത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രണ്ടാമത്തെ 3.5 വർഷക്കാലത്തിൽ യഹൂദന് ഭയങ്കര പരിശോധനയായിരിക്കും. പക്ഷെ ഒരു ശേഷിപ്പിനെ ദൈവം വയ്ക്കും. അതാണ് നമ്മൾ ഈ വാക്യത്തിലെല്ലാം കണ്ടത്. അങ്ങനെ ആ ശേഷിപ്പിനെ ദൈവം അതിനുവേണ്ടിയാണ് ഈ ആനോക്ക് ഏലിയാവ് വന്ന് അവരുടെ പ്രവചനം നടത്തി. കൃപയുടെയും സക്കറിയ പ്രവൃത്തി വായിക്കും. ഞാൻ അവരുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവ്. കൃപയെന്ന് പറഞ്ഞ ഏത് കാലമാണ്? മനസാക്ഷി കാലം. മനസാക്ഷി കാലത്തിനാണ് കൃപ. ന്യായപ്രമാണ കാലത്തിന് കൃപയില്ലല്ലോ, യാചിക്കാനേ അവകാശമുള്ളൂ. അപ്പം ആനോക്ക് ദൈവത്തോട് നടന്നു, അത് കൃപ ലഭിച്ചു. പക്ഷേ ഏലിയാവ് ദൈവത്തോട് യാചിച്ചു, തീയിറക്കി. അപ്പൊ യാചനയുടെയും കൃപയുടെയും ആത്മാവ് ഇവരുടെ മേൽ പകരുന്നതിന് വേണ്ടിയാണ് ഈ 2 അഭിഷിക്തന്മാരെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. അവർ തിരിച്ചു വരും. തിരിച്ചു വന്ന് യെരൂശലേമിൽ ഇവരുടെ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ, ഈ എതിർ ക്രിസ്തു അല്ല, യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷയെന്നുള്ള ഉപദേശം പ്രസംഗിക്കുമ്പോൾ അതിലൊരു കൂട്ടരുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയും. ആ തിരിയുന്നവരുടെ ഒരു എണ്ണസംഖ്യ പോലും വേദോസ്തം പറയുന്നുണ്ട്. അവരെ മുദ്രയിട്ട് വേർതിരിക്കും ഈ ഉപദ്രവകാലത്തിൽ. ആ മുദ്രയെടുക്കപ്പെടുന്നവരെ ദൈവം സൂക്ഷിക്കും. ആ സൂക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 9:6 7:3 ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 9:6 7:3. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലെന്നാണ്. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അടുത്തത്, വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. മുദ്രയിട്ടവർക്കല്ല, മുദ്രയിട്ടവരെ ദോഷം ചെയ്യുന്നൊരു വാക്യമുണ്ട്, ഇല്ലയോ? അതിൻ്റെ അടുത്തുണ്ടല്ലേ? நாம் நமது தேவனுடைய ஊழியக்காரரின் நெற்றிகளில் ഈ ദൈവത്തിന്റെ ഊഴിയക്കാരെന്ന് പറയുന്നത് അന്ന് ഭൂമിയിലുള്ള സുവിശേഷകരക്കാരല്ല, പക്ഷെ ദൈവത്തിന്റെ ദാസന്മാരായ യഹൂദന്മാർ, അതായത് ഈ ഇവരുടെ സുവിശേഷം വിശ്വസിച്ചവര്, ആനോക്ക് ഏലിയാവും യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചതായ യഹൂദന്മാരുടെ നെറ്റിയിൽ വായിക്കാം. முத்திரை போட்டு தீரும் அளவும் பூமியையும் சமுத்திரத்தையும் மரங்களையும் சேதப்படுத்தாதிருங்கள் என்று. ഈ മഹോദരകാലത്തിൽ ലോകത്തിൽ വലിയ സംഹാരങ്ങൾ നടക്കുമ്പോൾ ഈ 144,000 യഹൂദന്മാരും മുദ്രയിട്ട് വേർതിരിക്കപ്പെടും. ഇത് വായിച്ച് 7:3 9:6 വായിച്ച് മലയാളത്തിലെ വെളിപ്പാട് 9:6. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാണ്. ആ കാലത്തിൽ
മനുഷ്യൻ മരണത്തെ അന്വേഷിക്കും. ഭയങ്കര കൊടൂരമായൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. ഇതിനോട് ചേർന്ന് യഹൂദൻ ഇസ്രായേലിനെതിരായിട്ടൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അതാണ് ചിലർ ഹർമദോൻ യുദ്ധം, മൂന്നാം ലോകയുദ്ധത്തിൻ്റെ അവസാനം എന്നൊക്കെ പറയുന്ന അവസാനത്തിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ദൈവം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവചനം 38 അധ്യായത്തിൻ്റെ 7 വായിച്ചേ. 38:7 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒടുക്കം വന്നു ചേരും. പിന്നെ നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതത്തിലേക്ക് വരും. അങ്ങനെ വടക്കൻ ദേശങ്ങൾ, അതായത് സിറിയയാണ് യഥാർത്ഥത്തിൽ വടക്കിടക്കുന്നെങ്കിലും റഷ്യയുടെ മേൽനോട്ടത്തിൽ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ അതിനകത്തുണ്ടല്ലോ. ഹൂത്യരും ലിബിയായും ഈ പറഞ്ഞ ഇറാനും ലിബിയായും ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ, ഇസ്രായേലിനെ പിടിച്ച് യെരുശലേമിലെ ക്യാപിറ്റൽ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ യുദ്ധത്തിനായിട്ട് വരുന്ന ഭാഗമാണ് എസെക്കിയേൽ പ്രവചനം 38-ന്റെയും 39-ന്റെയും നമ്മൾ കാണുന്നത്. അതായിട്ട് വായിക്കാം. അങ്ങനെ അവർ ഇസ്രായേൽ ദേശത്തിൽ വടക്ക് നിന്ന് വരും. എന്നാൽ വെളിപ്പാട് വായിക്കുമ്പോൾ 6ാമത്തെ ദൂതൻ ഊതിയപ്പോഴേ അവിടെ യൂഫ്രട്ടീസ് നദിയിൽ 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചു. വെളിപ്പാട് 16:12 6ാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. 6ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. പിന്നെ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ അതാരാ? അതാണ് ഇന്ത്യ, ചൈന, ജപ്പാൻ പോട്ടതായ രാജ്യങ്ങൾ. ഇന്നിപ്പോൾ ചൈന ഇന്ത്യയായിട്ട് യുദ്ധമാണെന്നല്ലേ, എപ്പോഴും പോട്ടിയാന്നല്ലേ. ഇതിൻ്റെ അവസാനത്തിൽ ഒരുപക്ഷെ ചൈന ഇന്ത്യയെ കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്ക് കുറേ നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ചൈനയും ഇന്ത്യയും ചേർന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്ന വലിയ പാതയുണ്ടല്ലോ, എക്സ്പ്രസ് ഹൈവേ, അത് അഫ്ഗാനിസ്ഥാൻ തുടങ്ങി അടുത്ത് ഇറാനിൽ കൂടി ഇറാഖിൽ പ്രവേശിക്കും. ഇറാഖിൽ നിന്ന് യൂഫ്രട്ടീസ് നദി വഴി കിഴക്കൻ രാജ്യങ്ങളിലൂടെ ഇസ്രായേൽ ദേശത്ത് കയറി വരും. അങ്ങനെ വടക്കൻ രാജ്യങ്ങളിലെല്ലാം റഷ്യയുടെ നേതൃത്വത്തിൽ യെരുശലേം പിടിച്ചു. കാരണം ഇനി വരാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയാണ് ഇവർ നോക്കുന്നത്. ഈ 1000 വർഷ ഭരണത്തിൽ റഷ്യയുടെ മേൽനോട്ടത്തിലുള്ള രാജ്യം വാഴണമെന്ന് അവർക്ക് താല്പര്യം. കിഴക്കൻ രാജ്യങ്ങളോ ഇന്ത്യയും ചൈനയും എല്ലാം കൂടെ ഒന്നു ചേർന്ന് അവർ യൂഫ്രട്ടീസ് നദിയിൽ വരുമ്പോൾ വെള്ളം പറ്റിച്ച് കളയും. വെള്ളം പറ്റിക്കണം എന്ത് ചെയ്യണം? അതിന് പറ്റിയതായ കെമിക്കൽ ബോംബ് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജൻ വേർതിരിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? വെള്ളം പറ്റും. അങ്ങനെ ഒരു സംവിധാനം അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ കിഴക്കൻ രാജ്യങ്ങൾ അവരുടെ സൈന്യങ്ങൾ എത്ര? 10,000 എത്ര കോടിയാണ്? 10,000 ഓടിച്ചു നോക്കി. അത്രയും കോടി ആളുകളാണ് കിഴക്കൻ രാജ്യ സൈന്യങ്ങളായിട്ട് വരുന്നത്. ഇവരും ഇസ്രായേൽ വരും. അങ്ങനെ ഈ പറഞ്ഞ റഷ്യയുടെ മേൽനോട്ടത്തിൽ അവരും വരും. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ പണ്ടിരിക്കും പറഞ്ഞതല്ലേ. അങ്ങനെ അവർ വന്ന് ഇസ്രായേലിനെ പിടിച്ചെടുത്ത് യെരുശലേം ഇവരുടെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുന്നൊരു സമയം വരും, പ്രവാസകാലം. അതിനാണ് യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്ന ഹോളി വാർ, വിശുദ്ധ യുദ്ധം, ജിഹാദ് എന്നൊക്കെ പറയത്തില്ലേ. ജിഹാദ് എന്ന് പറയുന്നത് ഹോളി വാറാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തിൽ നടക്കാൻ പോകുന്ന ഈ ജിഹാദിൽ ഇമാം മഹദി വന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നു അവർ പറയുന്നു അല്ലേ. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ബൈബിൾ വായിച്ചെങ്കിൽ അറിയത്തുള്ളൂ. വായിക്കാം. ആ കിഴക്കൻ രാജ്യങ്ങളെല്ലാം കൂടി വന്ന് യൂഫ്രട്ടീസ് നദി കഴിഞ്ഞ് അവർ യെരുശലേമിലേക്ക് വരും. ഈ വടക്കൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് അവരും വരും. അങ്ങനെ യെരുശലേമിൽ തമ്പടിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. ആ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തിൽ ഇവരുടെ കെമിക്കൽ ആയുധങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ഉടയുകയും ഈ തടത്തിൽ അവരുടെ മാംസവും കണ്ണും എല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. പണ്ട് സദാം ഹുസൈൻ്റെ കാലത്തിൽ ഇറാനെതിരായിട്ട് രാസായുധം പ്രയോഗിച്ചില്ലേ. ആ രാസായുധം പ്രയോഗിച്ച് മനുഷ്യൻ്റെ കണ്ണുമെല്ലാം മാംസമെല്ലാം അഴുകിപ്പോയെന്ന് കേട്ടില്ലേ. ഇതുപോലെ ഇവരുടെ കയ്യിലുള്ളതായ ഈ രാസായുധങ്ങൾ അവർക്ക് തന്നെ വിനയായിത്തീരും. ഈ സമയത്താണ് ഈ ആനോക്ക് ഏരിയാവിൻ്റെയും പ്രസംഗമെല്ലാം കേട്ട് മാനസാന്തരപ്പെടുന്ന യഹൂദന്മാർ
അവരെന്ത് ചെയ്യും? ഗോത്രമായി വിലപിക്കുന്നതാണ്. എവിടെ? സക്കറിയാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അവർ ഓരോ ഗോത്രവും 12 ഗോത്രവും തനിത്തനിയായി വിലപിക്കുന്ന ദിവസം വരുമ്പോൾ അവരെ മുദ്രയിടും. ആ മുദ്രയിട്ട യഹൂദന്മാരെ ഈ ന്യായവിധിയിൽ നിന്ന് അവർ ഒഴിവാകും. അങ്ങനെ അവർ യേശു പറഞ്ഞ പോലെ 24-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ മലയിലേക്ക് ഓടിപ്പോകുവിൻ. 24-ന്റെ വായിച്ചേ, നിങ്ങൾ മലകളിലേക്ക് ഓടിപ്പോകുവിൻ. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുവിശേഷം കേട്ടവർ, യേശുവിനെ വിശ്വസിച്ചവർ, അവർ യേശുവിൻ്റെ വാക്യം അനുസരിച്ച് 24-ന്റെ 16 വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 16, നിങ്ങൾ മലകളിലേക്ക് ഓടിപ്പോകുവിൻ. അങ്ങനെ ആ മലയിൽ യേശു വരുമെന്ന് അവർക്കറിയാം. സക്കറിയാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒലിവുമലയിൽ അവൻ്റെ കാൽ അവിടെ പതിക്കുമെന്നാണ്. വായിച്ച് മത്തായി 24-16. ഇറങ്ങരുത്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഏത് മലയാണ്? സക്കറിയാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അന്ന് അവന്റെ കാൽ യെരൂശലേമിനെതിരായ ഒലിവുമലയിൽ നിൽക്കും. വായിക്കാം. ഒലിവുമലയിൽ നിൽക്കും. നോക്കണം. അപ്പൊ ഈ പ്രവചന വാക്യ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് ഈ 7 വർഷത്തിന്റെ അവസാനത്തിൽ മൃഗത്തോട് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം അവസാനിപ്പിച്ച്, യേശു യുദ്ധം ചെയ്യുന്നത് വാളും കുന്തമൊന്നുമല്ല കേട്ടോ, തൻ്റെ വായിൻ വാളുകളാണ്. വചനം എന്ന വാൾ ഉപയോഗിച്ച് ശാസിക്കും. അന്നും യേശു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശാസിക്കില്ല എന്ന്. പിശാച് പറയും, പിശാച് പോവും എന്ന് പറഞ്ഞ പോലെ അധർമ്മമൂർത്തിയുടെ അകത്തിരിക്കുന്ന ദുഷ്ടനെ അന്നേ ജയിച്ചതാണ്. അപ്പോൾ ആ സ്പിരിറ്റിനെ ജയിച്ചിട്ട് രാജ്യം സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യഹൂദന്മാരെ മുദ്രയിട്ട് അവർ 154,000 പേരാണ് എന്ന് നമ്മൾ വെളിപ്പാട് 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിച്ചേ. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 വീതം 144,000 പേരെ അവിടെ മുദ്രയെടുത്തിട്ടുണ്ട്. വായിച്ചേ 7-ന്റെ 3-ാം വാക്യം മുതൽ. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടു വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്തത് മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. അപ്പൊ യഹൂദന്റെ യഥാസ്ഥാപനത്തിലേക്ക് വരികയാണ്. ഇന്ന് കാണുന്ന യഹൂദന്മാരിൽ എതിർക്രിസ്തുവിന്റെ കാലത്ത് നല്ല ശതമാനവും നശിച്ചു പോകും. അതിനൊരു ശേഷിപ്പിനെ 144,000 പേരെ മുദ്രയിട്ട് അവരെ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതാണ് യഹൂദന്റെ പര്യവസാനം വരാൻ പോകുന്നത്. ബാക്കി എല്ലാ യഹൂദനും ആ കാലങ്ങളിൽ നശിച്ചു പോകും. അങ്ങനെ അവർ ഈ പറഞ്ഞ 144,000 പേരെ മുദ്രയിട്ട് ഈ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. അതാണ് വാഗ്ദത്തം. ഇസ്രായേൽ ജനം കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. ആ ശേഷിപ്പാണ് 144,000. ഈ 7-ാം അധ്യായത്തിൽ കാണുന്നത് 154,000 പേരെന്ന് പറയുന്നത് യഹൂദനാണ്. 14-ാം അധ്യായത്തിൽ കാണുന്നത് അത് പുതിയ നിയമ ശ്രേഷ്ഠന്മാരാണ്. അതായത് പുതിയ നിയമ സഭയിൽ ഏറ്റവും ഉയർന്ന ആത്മീയ അനുഭവത്തിലെത്തിയവർ. സിയോൻ ശിഖരം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മെറ്റീരിയൽ പ്ലേസ് അല്ല, ഒരു സ്ഥലവുമല്ല. ആത്മീയത്തിൽ യേശുവിനെ പോലെ പൂർണ്ണരായ വിശുദ്ധന്മാരാണ് 14-ാം അധ്യായത്തിൽ കാണുന്ന 144,000 പേര്. ആ 144,000 പേര് ദീപന്തിക്കോസ് മിഷൻകാരാണെന്ന് ചോദിച്ചാൽ അവരിലും കാണാം. 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിൻ്റെ വരവരെ മുഴുവൻ ലോകത്തിൽ ആ പറഞ്ഞിരിക്കുന്ന ഗ്രേഡ് അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചവർ ആര് തന്നെയായാലും, ഒരുപക്ഷെ നിങ്ങളോ ഞാനോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടാം. ലോകത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉൾപ്പെടാം. പക്ഷേ ആ ഗ്രേഡ് അവിടെ പറഞ്ഞു. ആ 154,000-ത്തെക്കുറിച്ചും ദൈവം അനുവദിച്ചാൽ ഒരു ക്ലാസ് കൂടെ എടുക്കണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് എടുക്കാം. എൻ്റെ മനസ്സിലും ഈ 144,000 പേര് 1000 വർഷ ഭരണം, ഇങ്ങനെ 2-3 കാര്യങ്ങളൂടെ പൊതുവായിട്ടൊന്നും എടുക്കണമെന്ന് എനിക്കുണ്ട്. ദൈവം അനുവദിച്ചാൽ അതെടുക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന യഹൂദന്മാരുടെ യഥാസ്ഥാപനമാണ്. 2 സിയോൻ എന്ന് പറയുന്ന വിഷയം ക്രിസ്തീയ ലോകത്തിലൊരു വിഷയം തന്നെയാണ്. സിയോനെ കുറിച്ച് എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ ഇനി തുടർന്നുള്ള ഏതെങ്കിലും സമയത്തിൽ ഈ 2 ക്ലാസ്സുകൂടെ പൊതുവായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ? ഒന്ന്, 14-ാം അധ്യായത്തിലെ പുതിയ നിയമ ശ്രേഷ്ഠ വിശുദ്ധന്മാരായ 144,000 പേരെക്കുറിച്ചും നിത്യതയിലെ വാസസ്ഥലമായ പുതിയ യെരൂശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം, അതിൽ ടോപ്പിലെത്തുന്ന സിയോൻ. ആ സിയോൻ എന്ന് പറയുന്നത് CPM-ലെ സുവിശേഷകരക്കാരാണെന്ന് ചോദിച്ചാൽ അവരിലും പെടാം, അവരിലും എത്താം. അല്ലാതെ യുവാ ഇട്ടുകൊണ്ടോ വെള്ളസാരി ഇട്ടുകൊണ്ടോ
അല്ലെങ്കിൽ ഇതിനകത്ത് വന്നുകൊണ്ട് സിയോനൊന്നും ആകാൻ ഒക്കത്തില്ല. അതൊരു ആത്മീയ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അത് നമ്മൾ കാണുമ്പോഴേ അറിയാം. അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നും. അപ്പോൾ അതിൻ്റെ യോഗ്യത എന്താണ്? ഈ 2-3 കാര്യങ്ങളെക്കുറിച്ചും ഒരു പൊതുവായ ക്ലാസ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് ചെയ്യാം. അതിനുശേഷം തൽക്കാലം ഈ പൊതു ക്ലാസ് നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. തൽക്കാലത്തെ ഒരു ബ്രേക്ക് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം തോന്നുന്നുണ്ട്. പിന്നീട് ഒരു ഗ്യാപ്പ് കുറച്ച് നാളത്തേക്ക് പിന്നെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടണമെന്ന് താല്പര്യപ്പെടുന്നുമില്ല. കാരണം ആ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ ദൈവം അനുവദിച്ചാൽ പിന്നീടാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ 144,000 യഹൂദന്മാരെ മുദ്രയിട്ട് 7-ാം അധ്യായത്തിൽ അവരെയും സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കാൻ മലയിലേക്ക് കൊണ്ടുവരും. ആ മലയിൽ യേശു ഇറങ്ങി വരും. അന്ന് അവൻ്റെ കാൽ യെരുശലേമിനെതിരെ വരുന്ന സമയത്ത് മൃഗവും കള്ളപ്രവാചകൻ, നോക്കണം, ഇവർ ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം കൂടെ സംയുക്തമായിട്ട് യേശുവിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ചെല്ലുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് 16-ലാണ് വെളിപ്പാട് പുസ്തകം. മൃഗവും കള്ളപ്രവാചകനും കുതിരപ്പുറത്തിരിക്കുന്നതിനോട് യുദ്ധം ചെയ്യാൻ വായിക്കാം. 16-ൻ്റെ 16-അല്ലല്ലോ 19-ൻ്റെ വായിച്ചേ. കുതിരപ്പുറത്ത് 19-ൻ്റെ ലാസ്റ്റ് കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ 10-ാം വാക്യം. 10-അല്ലല്ലോ 19-ാം വാക്യം വായിച്ചേ. 19-ൻ്റെ 19. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും. ക്രിസ്തു ഒലിവുമലയിൽ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കാൻ വേണ്ടി തൻ്റെ വിശുദ്ധന്മാരുമായി വരുന്നൊരു സമയമുണ്ട്. അതും ഇവിടെ നമ്മൾ കാണുമ്പോൾ 19-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ വെള്ളക്കുതിരപ്പുറത്ത് വായിച്ചേ. 11-ാം വാക്യം മുതൽ വായിച്ചേ. അന്ന് സ്വർഗം തുറന്നിരിക്കുന്നതും അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അതിന്റെ താഴെ വായിക്കുമ്പോൾ അവൻ ശുഭ്രവും സ്വർഗത്തിലെ സൈന്യവും ശുഭ്രവും ശുദ്ധമായ വിശേഷ വസ്ത്രം ലഭിച്ച് കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിക്കുന്നു. ആ വാക്യം സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അതാരാ? എടുത്തുള്ളപ്പെടുന്ന പുതിയ നിയമ വിശുദ്ധന്മാർ. ഈ വിശുദ്ധന്മാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ CPM-കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആ വിശുദ്ധന്മാർ മാത്രം ചിന്തിക്കരുത്. അങ്ങനെയൊക്കെയുള്ളൊരു ചുരുങ്ങിയ മനസ്ഥിതി നമ്മുടെ പെന്തിക്കോസ് സ്പെഷ്യൽ ചില ആൾക്കുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനൊന്നും അല്ല. ഇതൊക്കെ 1-ാം നൂറ്റാണ്ട് മുതൽ പല വിഭാഗത്തിലും ദൈവം ഇങ്ങനെ ആൾക്കാർ ഉരുവാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കിണറ്റിൽ കിടന്നിങ്ങനെ മറ്റവരുടെ കിണറ്റിലും അതൊന്നുമില്ല. കുറേ വിശാലമായ ഹൃദയത്തിൽ ചിന്തിച്ച് പോകുമ്പോഴാണ് ഇതൊക്കെ പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സൈന്യം എന്ന് പറയുന്നത് കർത്താവിനോടുകൂടി എടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. ശുഭ്രവും സുന്ദരമായ വിശേഷ വസ്ത്രം ആർക്കാ? ഇതാ വരൻ ലഭിച്ചിരിക്കുന്നു, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി. അവൾ ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് ഇതാ കല്യാണം എന്ന് പറഞ്ഞാൽ ആ ദിവസം എടുക്കപ്പെടുന്ന സഭയെ കാണിക്കുകയാണ്. അതാണ് കുഞ്ഞാടിൻ്റെ വരുവിൻ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ കാന്തയെ കാണിച്ചു തരാം. ആ ശുദ്ധമായ ശുഭ്രമായ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. അവർ നീതിമാന്കളാണ്, വാചോടിച്ചവരല്ല, ചുമ്മാ ചരിത്രം പറഞ്ഞവരല്ല. നീതിമാന്മാരായിട്ട് അവർ ജീവിച്ചു. നീതിമാന്കളെപ്പോലെ ശോഭിക്കുന്ന അവരാണ് ഈ പറഞ്ഞ കുതിരപ്പുറത്ത് വരുന്നതായ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ പുതിയ നിയമ വിശുദ്ധന്മാർ യേശുവുമായിട്ട് ഒലിവുമലയിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ 19-ാം അധ്യായത്തിൽ കേട്ടല്ലോ. അവിടെ എന്താ 17-ാം വാക്യത്തിൽ 19 വായിച്ചപ്പോൾ 19 വായിക്കുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നവനോടും വായിക്കാം ദൈവത്തിൻ്റെ സൈന്യത്തോടു കൂടി യുദ്ധം ചെയ്യുവാൻ ഭൂരാജാക്കന്മാരും മൃഗവും അവന്റെ സൈന്യങ്ങളും. വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു അതാരാ? ഈ കിഴക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ചൈന, ഇന്ത്യ, ജപ്പാനെല്ലാം ഒന്നിച്ച് കിഴക്കൻ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവരിവിടുന്ന് പോയത്. വടക്കൻ സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അവര് ഈ കാലയളവിൽ അമേരിക്ക പോകുന്ന സഖ്യകക്ഷികളെല്ലാം മൗനമായിരിക്കും. കാരണം അവരുടെ കാലയളവ് തീർന്നു. കിഴക്കാണോ വടക്കാണോ ഭരിക്കേണ്ടതെന്നുള്ളതായ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആണ് ഇതാ മൂന്നാമതൊരാള് സ്വർഗത്തിൽ നിന്ന് വരുന്നു. രസമല്ലേ? ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇപ്പോൾ കിഴക്കൻ സൈന്യം
എല്ലാം കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് അവർ യുദ്ധത്തിനായിട്ട് വരുമ്പോൾ വടക്കൻ രാജ്യങ്ങളായ റഷ്യയുടെ കീഴിൽ രണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ ശക്തികളാണ്. അത് ഭരിക്കണോ ഇത് ഭരിക്കണോ, ഇവർ തമ്മിൽ അടിയുണ്ടാക്കാനായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതാ മൂന്നാമതൊരു പാർട്ടി എന്ത് ചെയ്യുന്നത്, ഒലുമലയിൽ കൂടെ വെള്ളക്കുതിരപ്പുറത്തിറങ്ങി വരികയാണ്. അന്ന് ഈ കുതിരകളൊക്കെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന കുതിരകളല്ല, ഈ ഭൂമിയിൽ കുതിരകളുണ്ട്, പല ടൈപ്പുകളുണ്ട്. തീ തുപ്പുന്നത്, ഗന്ധം വർഷിപ്പിക്കുന്നത്, ബോംബിടുന്നത്, അതെല്ലാം റോബോട്ടുകളാണ്. ഈ പാറ്റൻ്റാക്കിയെല്ലാം മാറി റോബോട്ടുകളെ കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്രായേൽ ഇറക്കി കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും സൈന്യങ്ങളെ റോബോട്ടിനെല്ലാം ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അവർ ഈ കുതിരപ്പുറത്ത് വരുമ്പോൾ കർത്താവായ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിൽ കൂടെ ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ധാരണ എന്നാണെന്നറിയാം. ഇവർക്ക് ഈ വെളിപ്പാടൊന്നും ഇല്ലല്ലോ, ഇത് യേശുവാണെന്നും ആത്മീയ കുളമെന്നറിയാതെ ഇവർ ധരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മൗനമായിരുന്നതാണല്ലോ. അവർ ഈ സമയത്തിൽ ഈ സൈന്യങ്ങളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുന്ന മൂന്നാം കക്ഷി അവരാണ് തെറ്റിയിരിക്കും. അങ്ങനെ ഇവരിവിടുന്ന് ഈ ഒലിവുമലയുടെ ഇറക്കത്തിലേക്ക് ഈ റഷ്യ, ചൈന പോലുള്ളതായ രാജ്യങ്ങളുടെ സൈന്യങ്ങളെല്ലാം സംയുക്തമായിക്കൊണ്ട് ഒലിവുമലയിലേക്ക് ചെല്ലും. ആ സമയത്താണ് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത്, വായിച്ചല്ലോ. ആ ഭൂകമ്പത്തിൽ ഒരുപാട് മനുഷ്യർ, ഈ സൈന്യങ്ങൾ അവിടെ തന്നെ മരിക്കും. എന്നാലും ബാക്കിയുള്ള മൃഗവും കള്ളപ്രവാചകനും എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒലിവുമലയുടെ ഇറക്കത്തിൽ വന്ന് യേശുക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ ഇവർ ചെല്ലും. പക്ഷേ കർത്താവ് എന്ത് ചെയ്യും, തൻ്റെ വായിൻ ശ്വാസത്താൽ, വായിച്ച് തേർഡ് വായിക്കാം, പുറപ്പെടുന്ന വാളുകൊണ്ട് മൃഗത്തെയും അതിനു മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ യഹൂദന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലവും എല്ലാറ്റിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു യുദ്ധമുണ്ട്. അതാണ് ഹർമദോൻ യുദ്ധം, മൂന്നാം ലോകയുദ്ധത്തിൻ്റെ അവസാനം എന്നൊക്കെ പറയുന്നതിൻ്റെ ലാസ്റ്റ് ചൈനയുടെ കെയർ ഓഫിൽ കിഴക്കൻ രാജ്യങ്ങൾ, റഷ്യയുടെ കയ്യിൽ വടക്കൻ രാജ്യങ്ങൾ, ഇതെല്ലാം കൂടെ സംയുക്തമായി ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പോകുന്നതാണ്. കാരണം യെരുശലേമാണ് ഇനി വരാൻ പോകുന്ന ക്യാപിറ്റൽ എന്ന് അവർക്കറിയാം. അടുത്ത സാമ്രാജ്യം 1000 വർഷ ഭരണത്തിൽ ക്യാപിറ്റൽ ഇസ്രായേൽ ആയിരിക്കുന്നതിനാൽ അതിനെ പിടിച്ചു വെക്കാൻ വേണ്ടി പോകുന്ന പോക്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഇതിനെല്ലാം വലിച്ചവിടെ കൊണ്ടുവരും. യുദ്ധപ്രിയരെല്ലാം അവിടെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് അവരുടെ തന്നെ വെപ്പൺസ് കൊണ്ട് ജാകും. ബാക്കിയുള്ളവരെ കർത്താവ് തൻ്റെ വായിൻ വാക്കുകൾ കൊണ്ട്, ഇരുവായത്തിലുള്ള വാൾ കൊണ്ട് ഈ നേതാവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്തിയിലിടുമ്പോൾ ദൂതന്മാർ യുദ്ധം കഴിഞ്ഞ അവിടെ ഒരു കാഹളഭൂതത്തില്ലേ, വെളിപ്പാട് ദിവസം 11:15 ദൂതന്മാർ സജ്ജമായി നിൽക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു, പോരാട്ടം കഴിഞ്ഞു. പിശാചും ദൈവമായിട്ടുള്ള ആ യുദ്ധത്തിൽ അവസാനത്തെ ക്ലൈമാക്സിൽ ഈ പിടിച്ചുകെട്ടി ഇട്ട് കഴിയുമ്പോൾ കാഹളഭൂതം, വായിക്കാം 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ കർത്താവായ ക്രിസ്തുവിനും അവന്റെ വിശുദ്ധന്മാർക്കും അവനെ പിൻപറ്റിയ 1-ാം നൂറ്റാണ്ട് മുതൽ പിൻപറ്റിയതായ വിശുദ്ധന്മാർ. വെളിപ്പാട് ദിവസം 20:4 വായിക്കുമ്പോൾ തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെ അതിൻ്റെ പ്രതിമകളെ വെളിപ്പാട് ദിവസം 20:4 മൃഗത്തെയും അതിൻ്റെ പ്രതിമകളെ സേവിക്കാത്തവരെയും പിന്നെ രക്തസാക്ഷികളായി തീർന്നവരും സത്യത്തിന് വേണ്ടി നേരെ നിന്നവരും ഈ അവസാന കാലത്തിൽ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ നിന്നതായ വിശുദ്ധന്മാരെല്ലാം 1-ാം പുനരുത്ഥാനത്തിൽ പങ്കെടുത്തു. ചുമ്മാ കളിയല്ല കേട്ടോ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ലോകത്തെ പിടിച്ചിരിക്കാൻ പോകുന്നവരെല്ലാം ഈ ഭരണത്തിൽ കാണുകയില്ല. വായിച്ച് 20:4 വെളിപ്പാട് ദിവസം 20:4 വാക്യം. ന്യായാസനങ്ങളെ കണ്ടു, മൈക്കിൽ വായില്, ന്യായാസനങ്ങളെ കണ്ടു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. പ്രിയരെ, ഇത് ചിന്ന കളിയൊന്നും അല്ലിത്, ഇത് സ്വർഗത്തിന്റെ വലിയ പ്ലാനാണ്. ഞങ്ങളുമൊക്കെ അതിനുവേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ഓടത്തില്ലേ, ലോകത്ത് ചുമ്മാ ഫ്രീ ആയിട്ട് ജീവിച്ച് ഞങ്ങളൊക്കെ പിടിച്ചതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ഒരു ലക്ഷ്യം കണ്ടു. 43-4 വർഷമായിട്ട് ഈ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ കാരണം ഇനിയുണ്ട്, തീർന്നില്ല. ഇവിടെ സഹസ്രാബ്ദ വാഴ്ച നിത്യതയിൽ സ്വർഗീയമായ അനുഭവത്തിൽ ഇപ്പോഴേ നമുക്ക് കഴിയാൻ കഴിയുന്നു, ഇനി മുന്നോട്ട് കഴിയും. ന്യായാസനങ്ങൾ കണ്ടു, അവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ആരൊക്കെയാ വായിച്ചേ? ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ, ദൈവവചനം നിമിത്തം തല, അതായത് ആബേൽ മുതൽ അവസാനത്തെ രക്തസാക്ഷി വരെയും ഈ ലിസ്റ്റിൽ പെടും. ആബേലാണല്ലോ ആദ്യത്തെ
ആ രക്തസാക്ഷി മുതൽ ദൈവവചനത്താൽ രക്തസാക്ഷി, കാരണം അവർക്ക് ആയുസ് തികയല്ല മരിച്ചേ, അവർ ആയുസ് തികയാതാണ് മരിച്ചത്. ചില രോഗശാന്തിയിലേക്ക് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. ചിലപ്പം കൊച്ചുകുട്ടികൾ പോലും രോഗശാന്തി മരിക്കുന്നുണ്ട്. അതെന്തോ ലാഭം? മരിച്ചു കഴിഞ്ഞാൽ എന്തോ ലാഭം നമ്മൾ വിചാരിക്കും? ഇല്ല, ഒരു സത്യത്തിന് വേണ്ടി മരിച്ചൊന്ന് ഉയർക്കും. അതാണ് വിശ്വാസം. അപ്പോൾ തല ഛേദിക്കപ്പെട്ടവര്, ജീവൻ കളഞ്ഞവര്, യേശുക്രിസ്തുവിന്റെ നാമത്തിലും സത്യത്തിലും രക്തസാക്ഷികളായി തീർന്നവരും പിന്നെ രോഗശാന്തിക്ക് വേണ്ടി കടന്ന് മരിച്ചവരും ഒക്കെ അതിനകത്ത് വിടും. അടുത്തത് മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും. അടുത്ത ആഴ്ച സഭയുടെ യഥാസ്ഥാനത്തിൽ കൂടുതൽ ചിന്തിക്കാം. ഇപ്പോൾ യഹൂദന്റെ യഥാസ്ഥാപനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി സഭയുടെയും ലോകത്തിന്റെയും യഥാസ്ഥാപനമുണ്ട്. അത് ദൈവം എന്ന് വെച്ചാൽ പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ മൃഗത്തെയും അവന്റെ പ്രതിമയെയും സഭ കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ മുദ്ര കൊണ്ടുവരും. ഇപ്പൊ തന്നെ വാക്സിനേഷൻ വരുന്നുണ്ടല്ലോ. ആ മുദ്ര ഏൽക്കാതെ രക്തസാക്ഷികളായി തീരും. ചിലപ്പോൾ ജയിലിലിടും, തൂക്കിലിടും, കഴുത്ത് വിട്ടും. അപ്പോഴും അവർക്ക് ആയുസ് തികയുന്നില്ലല്ലോ. അവർക്കെല്ലാം വേണ്ടി ദൈവം സഹസ്രാബ്ദത്തിൽ ഒരു വാഴ്ചയുണ്ട്. അങ്ങനെ തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അവന്റെ പ്രതിമയോ വായിക്കാം. നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അടുത്ത ആത്മാക്കളെ കണ്ടു. പിന്നെ അവർ ജീവിച്ച് മരിച്ചവരായിരുന്നവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ക്രിസ്തുവിനോടുകൂടി വാഴും. ഇതിനു വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കാണുന്ന 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, വീണ്ടും അത് തമിഴിലൊന്ന് പഠിച്ച്, 7-ാമത്തെ ദൂതൻ എക്കാളം ഊതുമ്പോൾ 7ஆம் தூதன் எக்காலம் ஊதினான். அப்பொழுது உலகத்தின் ராஜ்யங்கள் நம்முடைய கர்த்தருக்கும் அவருடைய கிறிஸ்துவுக்குரிய ராஜ்யங்களாயின. அவர் சதா காலங்களிலும் ராஜ்யபாரம் பண்ணுவார் என்று സദാകാലവും. പ്രിയരെ, വേണമെങ്കിൽ പരിശീലിച്ചു, ട്രൈ ചെയ്തു. ഞങ്ങൾ ഈ പുസ്തകമൊക്കെ ചുമന്ന് ഈ പ്രതികോസിൽ കിടന്ന അടിമകളെ പോലെ ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം ചുമ്മാത്രമല്ല, ലക്ഷ്യത്തിലാണ് പോകുന്നത്. അത് വർദ്ധിക്കും. ഇനി ഏത് വീട്ടിലും വരട്ടെ, ഏത് നിയമം വരട്ടെ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാർ. പിന്നെന്തുവാ? പണ്ടൊരുന്ന് പറഞ്ഞ പോലെ, ആരയ്ക്ക് ബോംബ് കെട്ടി കിടക്കുന്ന എനിക്ക് പേടിക്കാൻ എന്തുവാണോ ഉള്ളതെന്ന് ചോദിച്ച പോലെ, ഞാൻ ആരയ്ക്ക് ബോംബ് കെട്ടിക്കൊണ്ട് നടക്കുക, പിന്നെ എനിക്കെന്താ പേടിക്കാൻ? സ്വയം എന്ന് പറഞ്ഞ പോലെ സത്യത്തിന് വേണ്ടി ഹോൽ പക്ഷി തൻ്റെ കൂട്ടിൽ അവസാനിക്കുന്നതാണ്. ഒരു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ വിശ്വാസത്താൽ മരിക്കും, അവൻ വിശ്വാസത്താൽ ഉയർക്കും. 7ാമത്തെ ദൂതൻ കാഹളൂതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നു. ഹല്ലേലൂയ! ലോകരാജ്യം അസ്തമിക്കാറായി.